അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കിയത് നമ്മൾ ലോക്സും അതുപോലെ കേഴ്സേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കുക. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊസീജിയർ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഒരു ഇത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്ത് ഫംഗ്ഷൻ എന്നുള്ള അതേ സെയിം കോൺസെപ്റ്റിനാണ് എന്ത് RDBMസിലും ഫംഗ്ഷനിൽ വരുന്നത്. ഫംഗ്ഷനും പ്രൊസീജിയറും ഏകദേശം ഒരേ സെയിം വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി നോക്കാം എന്താ പറയണമെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് പ്രൊസീജിയേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. PLSQL സബ് പ്രോഗ്രാംസ് ആർ നെയിംഡ്. അതായത് കുറച്ച് പാരാമീറ്റേഴ്സിനെ വെച്ചിട്ട് നമുക്കൊരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ പ്രൊസീജിയറിൻ്റെ മെയിൻ ഡിമാൻഡ്. അതായത് ഇത് നമ്മൾ ഒരു പ്രോഗ്രാമിനെ സബ് പ്രോഗ്രാംസ് ആക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ മെയിൻ പ്രോഗ്രാമിലോട്ട് നമുക്ക് എന്ത് ചെയ്യുക, സബ് പ്രോഗ്രാംസിനെ കോൾ ചെയ്യുക. അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത് പ്രൊസീജിയറും ഫംഗ്ഷനും. രണ്ട് ടൈപ്പ് ഓഫ് സബ് പ്രോഗ്രാംസാണ് ഉള്ളത്. ഒന്ന് ഫംഗ്ഷൻസും രണ്ടാമത്തത് പ്രൊസീജിയർ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദീസ് സബ് പ്രോഗ്രാംസ് റിട്ടേൺ എ സിംഗിൾ വാല്യൂ മെയിൻലി യൂസ് ടു കമ്പ്യൂട്ട് ആൻഡ് റിട്ടേൺ എ വാല്യൂ. ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. അതായത് അതിൻ്റെ ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. മെയിനായിട്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ട് ചെയ്യാനും അതുപോലെ ഒരു വാല്യൂ റിട്ടേൺ. കമ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ അരിത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആവാം, ലോജിക്കൽ എക്സ്പ്രഷൻസ് ആവാം, ഏതും ആവാം. അപ്പോൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ വാല്യൂ എന്ത് ചെയ്യും, ആ സബ് പ്രോഗ്രാം റിട്ടേൺ ചെയ്യും. പ്രൊസീജിയറിൻ്റെ സമയത്ത് എന്താണ്, എല്ലാം സെയിം ഫങ്ഷൻ്റെ അതേ സെയിം വർക്കിംഗ് ആയിരിക്കും. ബട്ട് പ്രൊസീജിയർ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, വാല്യൂ എന്ത് ചെയ്യില്ല, ഡയറക്റ്റ്ലി ആയിട്ട് എന്ത് ചെയ്യില്ല, റിട്ടേൺ ചെയ്യില്ല. അപ്പോൾ ഇതാണ് എന്ത് ഫംഗ്ഷനും പ്രൊസീജിയറും വർക്കിംഗ് സെയിം ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടും യൂസ് ചെയ്യുന്നത് ഒരു സബ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റീയൂസ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിന് നമ്മൾക്ക് ഒരു സിമ്പിൾ ബ്ലോക്കാക്കി മാറ്റാൻ വേണ്ടിയാണ് എന്ത് ഫങ്ഷൻസും പ്രൊസീജിയേഴ്സും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫങ്ഷൻസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ സിംഗിൾ വാല്യൂ റിട്ടേൺ ചെയ്യും. പ്രൊസീജിയറിൽ എന്തില്ല, വാല്യൂ ഡയറക്റ്റായിട്ട് എന്തില്ല, റിട്ടേൺ ചെയ്യില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പ്രൊസീജിയർ എന്നുള്ളിൽ നോക്കാം. The PLSQL stored procedure or simply a procedure stored procedure അല്ലെങ്കിൽ പ്രൊസീജിയർ എന്നാണ് അതിൽ പറയുന്നത്. is a PLSQL block which performs one or more specific tasks. It is just like procedures in other programming languages. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്ത്, സ്റ്റോർഡ് പ്രൊസീജിയറും സെയിം തന്നെയാണ്. പ്രൊസീജിയറിൻ്റെ വർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് പ്രൊസീജിയർ. ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും പ്രൊസീജിയർ ഉണ്ട്. അതേ സെയിം കോൺസെപ്റ്റിനാണ് എന്ത് PLSQLലും പ്രൊസീജിയർ. അടുത്ത പ്രൊസീജിയർ കണ്ടെയ്ൻസ് എ ഹെഡർ ആൻഡ് ബോഡി. പ്രൊസീജിയറിന് രണ്ട് പാർട്ടുള്ളത്, ഹെഡർ, ബോഡി. The header contains the name of the procedure and the parameters or variables passed to the procedure. ഹെഡർ രണ്ട് പാർട്ടാണുള്ളത്, ഹെഡറും ബോഡിയും. ഹെഡറിൽ എന്താ ഉണ്ടാവുക, പ്രൊസീജിയറിൻ്റെ പേരും അതുപോലെ എന്തൊക്കെ വാല്യൂസ് അല്ലെങ്കിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണോ, ആ പ്രൊസീജിയറിലോട്ട് പാസ് ചെയ്യണോ, അത് മാത്രമേ ഹെഡറിൽ ഉണ്ടാവുള്ളൂ. ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡിക്ലറേഷൻ സെക്ഷനും എക്സിക്യൂഷൻ സെക്ഷനും എക്സെപ്ഷൻ സെക്ഷനും ഒക്കെ കൂടി കമ്പൈൻ ചെയ്ത് വരണമെന്നാണ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രൊസീജിയറിന് രണ്ട് ഭാഗമായിട്ട് തരംതിരിച്ചുള്ളൂ, ഒന്ന് ഹെഡറും ഒന്ന് ബോഡിയും. ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരും എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉള്ളിലേക്ക് പാസ് ചെയ്യുന്നുള്ള മാത്രമേ മെൻഷൻ ചെയ്യുള്ളൂ. ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിക്ലറേഷനും അതുപോലെ എക്സിക്യൂഷനും എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എറർ ഹാൻഡ്ലിംഗ് ഉണ്ട്, അത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തുണ്ടാവില്ല, ബോഡിയിൽ ഉണ്ടാവില്ല. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് എങ്ങനെ നമുക്ക് പാരാമീറ്റേഴ്സ് ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിലോട്ട് നമുക്ക് എങ്ങനെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന വാല്യൂ. ഇതൊക്കെയാണ് എന്ത് പാരാമീറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയണമെന്നുണ്ടായിരിക്കും എന്താണ് പാരാമീറ്റർ എന്നുള്ളത്. അപ്പോൾ ദ പാരാമീറ്റർ ഇസ് എ വേരിയബിൾ ഓർ പ്ലേസ് ഹോൾഡർ ഓഫ് എനി വാലിഡ് PLSQL ഡാറ്റ ടൈപ്പ് ത്രൂ വിച്ച് ദ PLSQL സബ് പ്രോഗ്രാംസ് എക്സ്ചേഞ്ച് ദ വാല്യൂ വിത്ത് ദ മെയിൻ കോഡ്. അതായത് വേറെ ഒന്നുമില്ല, എന്താണ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്ലേസ് ഒരു സ്പേസാണ്.
നമ്മളെന്തെങ്കിലും വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സ്പേസാണ് എന്ത് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ. ആ പാരാമീറ്റർ നമ്മൾ എന്തിനാ വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ള പ്രൊസീജിയർ ഇല്ലേ, ആ പ്രൊസീജിയറിലോട്ട് ഡാറ്റ അല്ലെങ്കിൽ ആ വാല്യൂ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാരാമീറ്റർ നിങ്ങൾക്ക് അറിയണമായിരിക്കും, പഠിച്ചതായിരിക്കും എന്തായാലും. അപ്പോൾ എന്താണ് പാരാമീറ്ററിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു പ്ലേസ് ഹോൾഡറാണ്, എന്തെങ്കിലും വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്ഥലമാണ് എന്ത് പാരാമീറ്റർ. പാരാമീറ്റർ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാമീറ്റർ വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊസീജിയറിലോട്ടോ ഇല്ലെങ്കിൽ ഫംഗ്ഷനിലോട്ടോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വാല്യൂസ് എന്ത് ചെയ്യുക, പാസ് ചെയ്യാം. അടുത്ത പറഞ്ഞു, ദിസ് പാരാമീറ്റർ അലൗസ് ടു ഗീവ് ഇൻപുട്ട് ടു ദ സബ് പ്രോഗ്രാംസ് ആൻഡ് ടു എക്സ്ട്രാക്ട് ഫ്രം ദീസ് സബ് പ്രോഗ്രാംസ്. പാരാമീറ്ററിൻ്റെ യൂസാണ് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വാല്യൂസ് അങ്ങോട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പ്രൊസീജിയറിൽ നിന്ന് അല്ലെങ്കിൽ ഫംഗ്ഷനിൽ നിന്ന് വാല്യൂസ് ഇങ്ങോട്ട് സ്വീകരിക്കാൻ വേണ്ടി. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾസാണ് എന്ത് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദീസ് പാരാമീറ്റേഴ്സ് ഷുഡ് ബി ഡിഫൈൻഡ് അലോങ് വിത്ത് സബ് പ്രോഗ്രാംസ് അറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ. പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ പ്രൊസീജിയറോ ഫങ്ഷൻസോ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, പാരാമീറ്റർ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. അതായത് പ്രൊസീജിയറോ ഫങ്ഷനോ ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ അതിൽ അങ്ങോട്ട് ഡാറ്റ അങ്ങോട്ട് പാസ് ചെയ്യാനും അവിടെ നിന്ന് ഡാറ്റ സ്വീകരിക്കാനും വേണ്ടിയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആ ക്രിയേഷൻ സമയത്ത് തന്നെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു, ദീസ് പാരാമീറ്റേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദീസ് സബ് പ്രോഗ്രാംസ് ടു ഇൻട്രാക്ട് ദ വാല്യൂ വിത്ത് ദ സബ് പ്രോഗ്രാംസ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊസീജിയർ ഉണ്ടാക്കി, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ, ഇൻറ്റ് ചെയ്യാൻ, എന്നിട്ട് ആഡ് കൊടുത്ത് എയും ബിയും കൊടുത്ത് നമ്മൾ ആ കോഡ് എന്താണ് നമ്മൾ ക്രിയേഷനിൽ യൂസ് ചെയ്തത് അതേ സ്റ്റേറ്റ്മെൻറ്റ് വേണം എന്ത് ചെയ്യാൻ, അതിനെ കോൾ ചെയ്യുമ്പോഴും യൂസ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഡ് എ കോമ ബി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനോ അല്ലെങ്കിൽ ആ പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്ന സമയത്ത് ആഡ് എ കോമ ബി എന്നാണ് കോൾ ചെയ്യണം. അല്ലാണ്ട് വെറും ആഡ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ എന്താവും, എററായിരിക്കും വരല്. ദ ഡാറ്റ ടൈപ്പ് ഓഫ് ദ പാരാമീറ്റർ ഇൻ ദ സബ് പ്രോഗ്രാംസ് ആൻഡ് ദ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ദ സെയിം. അതാ പറഞ്ഞ് എന്താണ്, ഡാറ്റ ടൈപ്പ് ഓഫ് ദ പാരാമീറ്റർ ഇൻ സബ് പ്രോഗ്രാം ആൻഡ് ദ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും ഇതെന്താവണം, ഒരേപോലെ തന്നെയാണ്, മാറാൻ പാടില്ല. The size of the data type should not mention at the time of parameter declaration as the size is dynamic for this type. അതായത് ഇപ്പോൾ ഒരു സൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഡിക്ലറേഷൻ സമയത്ത് നമ്മൾ ഈ ഇൻറ്റീജർ നമ്പർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് മൊത്തത്തിലുണ്ടാവും. ആ ത്രൂ ഔട്ട് എപ്പോഴൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ സെയിം സൈസിലേക്ക് ആ സൈസിന് എന്ത് ചെയ്യില്ല, മാറ്റം വരില്ല. അപ്പോൾ ഇത്രയാണ് പാരാമീറ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. പാരാമീറ്റേഴ്സ് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. പാരാമീറ്റേഴ്സ് മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൊസീജിയറിലോട്ട് വാല്യൂസ് പാസ് ചെയ്യാനും അതുപോലെ അതിൽ നിന്ന് വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ പറഞ്ഞ പേരാണ് എന്ത്, പാരാമീറ്റേഴ്സ് ആണ്. അതൊരു ഫിക്സഡ് സൈസ് ആയിരിക്കും. നമ്മളൊരു ഡാറ്റ ടൈപ്പ് വെച്ചിട്ടായിരിക്കും അതിനെ ക്രിയേറ്റ് ചെയ്യൽ. അതുപോലെ തന്നെ നമ്മളെന്താണ് കോൾ ചെയ്യാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആ കൊടുത്ത അതേ പാറ്റേണും അതേ പാരാമീറ്റേഴ്സും സെയിം ആയിട്ട് എന്ത് ചെയ്യണം, കോളിങ്ങിലും മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെന്താണ്, ഈ ഓരോ പ്രാവശ്യം ഇതാക്കുമ്പോഴും അതിൻ്റെ സൈസ് അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ 3 ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സാണ് ഇപ്പോൾ PLSQL ഉള്ളത്. ഒന്ന് ഇൻ പാരാമീറ്റർ, രണ്ടാമത്തെ ഔട്ട് പാരാമീറ്റർ, മൂന്നാമത് ഇൻ ഔട്ട് പാരാമീറ്റർ. ഇൻ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സബ് പ്രോഗ്രാംസ്, അതായത് പ്രൊസീജിയർ അല്ലെങ്കിൽ ഫംഗ്ഷനിലോട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഇൻ പാരാമീറ്റർ എന്നാണ്. ഇറ്റ് ഇസ് എ റീഡ് ഓൺലി വേരിയബിൾ. അതായത് അങ്ങോട്ട് വായിക്കാൻ മാത്രമേ, ഒന്നും റിട്ടേൺ ചെയ്യില്ല, അതേപോലെ ഒന്നും ഇതില്ല, മീൻസ് ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ റീഡ് ഓൺലി ആണ്. ജസ്റ്റ് എന്താണ് വാല്യൂ കൊടുക്കുന്നത്, ആ വാല്യൂ മാത്രമേ എന്തുള്ളൂ, അങ്ങോട്ട് പോവുള്ളൂ. In the calling statement of these parameters can be variable or a literal value on expression. അത് എയും ബിയും വേരിയബിൾസ് ആയിരിക്കും, പിന്നെന്താ എക്സ്പ്രഷൻസ് ആയിരിക്കും. സോറി. അപ്പോൾ ഇൻ പാരാമീറ്റർ എന്ന് ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. എന്താണ്, ഒരു പാരാമീറ്റേഴ്സ് യൂസ് ഫോർ ഗിവിങ് ഇൻപുട്ട് ടു ദ സബ് പ്രോഗ്രാംസ്. എന്താണ്, വാല്യൂസ് ഫംഗ്ഷനിലോട്ട് അല്ലെങ്കിൽ പ്രൊസീജിയറിലോട്ട് വാല്യൂ പാസ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാനാണ് ഇത് ഇൻ പാരാമീറ്റർ.
റീഡ് ഓൺലി മെമ്മറിയാണ്. അതിന് അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എന്താണ് അത് അവിടെ കിട്ടും, അത്ര ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതാണ് പറയുന്നത്, അതായത് എയും ബിയും എന്താണ് എക്സ്പ്രഷൻസ് ഏതും വന്നാലും കുഴപ്പമില്ല, പാരാമീറ്ററിൻ്റെ വാല്യൂസ് എന്ത് വന്നാലും എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ എല്ലാ ഇതിനും വരൽ എന്താണ് ഇൻ പാരാമീറ്റർ ആണ് വരൽ. അതായത് പ്രൊസീജിയറും ഫംഗ്ഷനും ഡിഫോൾട്ടായിട്ട് വരുന്ന പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ടൈപ്പ് ആയിരിക്കും, ഇൻ പാരാമീറ്റർ ആയിരിക്കും വരുന്നത്. രണ്ടാമത്തതാണ് ഔട്ട് പാരാമീറ്റർ. ഔട്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ദിസ് പാരാമീറ്റർ യൂസ്ഡ് ഗെറ്റിംഗ് ഔട്ട് ഫ്രം ദ സബ് പ്രോഗ്രാംസ്. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് ഔട്ട് പാരാമീറ്റർ എന്ന് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ റീഡ് ആൻഡ് റൈറ്റ് വേരിയബിൾ ഇൻസൈഡ് ദ സബ് പ്രോഗ്രാംസ്. ദിയർ വാല്യൂസ് ക്യാൻ ബി ചേഞ്ച് ഇൻസൈഡ് ദ പ്രോഗ്രാംസ്. നമ്മൾ നേരത്തെ ഇൻ പാരാമീറ്റർ പറഞ്ഞിരുന്നത് എന്ത് നമുക്ക് വാല്യൂ അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റില്ല, അത് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഔട്ട് പാരാമീറ്റർ എന്നുള്ളത് വാല്യൂ റീഡും റൈറ്റുമാണ്, റീഡും ചെയ്യുക റൈറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് വാല്യൂസ് നമ്മൾ ആദ്യം പാസ് ചെയ്തു, ആ പാസ് ചെയ്ത് നമ്മൾ പ്രോഗ്രാമിന് നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ആ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നു. അങ്ങനത്തെ സമയത്ത് നമുക്ക് എന്ത് ഔട്ട് പാരാമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ വാല്യൂസിന് ചേഞ്ചസ് വരുത്താം. In the calling statement, these parameters should always be a variable to hold the value from the current subprograms. അതായത് ഈ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തില്ല, മാറ്റം വരില്ല. ഇത് പറയുന്നത് കോളിംഗ് സ്റ്റേറ്റ്മെന്റ് ദീസ് പാരാമീറ്റേഴ്സ് ഷുഡ് ഓൾവേസ് ബി എ വേരിയബിൾ ടു ഹോൾഡ് ദ വാല്യൂ ഫ്രം ദ കറണ്ട് സബ്. നമ്മൾ വാല്യൂ കൊടുത്ത ജസ്റ്റ് എന്തായാലും ഔട്ട് പാരാമീറ്റർ അല്ലെങ്കിൽ ഇൻ പാരാമീറ്റർ എന്താ ഔട്ട് പാരാമീറ്റർ എന്ന് ജസ്റ്റ് ഒരു വേരിയബിൾ മാത്രമാണ്. നമ്മുടെ വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ യൂസ് ചെയ്യുന്ന വേരിയബിൾസാണ് എന്ത് പാരാമീറ്റേഴ്സ്. ആ പാരാമീറ്റേഴ്സ് ഔട്ട് പാരാമീറ്റേഴ്സിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ഓരോ സബ് പ്രോഗ്രാംസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഔട്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, റീഡ് ആൻഡ് റൈറ്റ് ആണ്. ഇൻ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി ആണ്. അടുത്തത് ഇൻ ഔട്ട് പാരാമീറ്റർ. ദിസ് പാരാമീറ്റേഴ്സ് യൂസ്ഡ് ഫോർ ബോത്ത് ഗിവിംഗ് ഇൻപുട്ട് ആൻഡ് ഫോർ ഗെറ്റിംഗ് ഔട്ട്പുട്ട് ഫ്രം ദ സബ് പ്രോഗ്രാംസ്. ഔട്ട് പാരാമീറ്റർ എന്താണ്, നമുക്ക് എന്താണ് ഒരു സബ് ഫംഗ്ഷനോ പ്രൊസീജിയറിൻ്റെ ഉള്ളിൽ നിന്നും ഡാറ്റ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇൻ ഔട്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും യൂസ് ചെയ്യാം, അങ്ങോട്ടും കൊടുക്കുക, അതേപോലെ അവിടുന്ന് പ്രൊസീജിയറോ ഫംഗ്ഷനിൽ നിന്ന് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് സ്വീകരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഇൻ ഔട്ട് പാരാമീറ്റർ എന്ന് പറയുന്നത്. ദിസ് പാരാമീറ്റർ യൂസ് ഫോർ ബോത്ത് ഗിവിംഗ് ഇൻപുട്ട് ആൻഡ് ഫോർ ഗെറ്റിംഗ് ഔട്ട്പുട്ട് ഫ്രം ദ സബ് പ്രോഗ്രാംസ്. ഇറ്റ് ഈസ് റീഡ് ആൻഡ് റൈറ്റ് വേരിയബിളാണ്. എന്ത് വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഓരോ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഓരോ വാല്യൂസ് കൊടുക്കുക. ദീസ് പാരാമീറ്റർ ഷുഡ് ബി മെൻഷൻ അറ്റ് ദ ടൈം ഓഫ് ക്രിയേറ്റിംഗ് സബ് പ്രോഗ്രാംസ്. അതായത് ഫംഗ്ഷനോ പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ഈ ഇൻ ഔട്ട് ആണെങ്കിൽ ആ പാരാമീറ്റർ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. അപ്പോൾ ഡിഫോൾട്ടായിട്ട് വരുന്നത് ഏതാണ്, ഇൻ പാരാമീറ്റർ ആണ് ഡിഫോൾട്ടായിട്ട് വരില്ല. ഔട്ട് എന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിൽ നിന്ന് പ്രൊസീജിയറിൽ നിന്ന് ഡാറ്റ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇൻ ഔട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഫംഗ്ഷൻ പ്രൊസീജിയറിലോട്ട് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുക, അതുപോലെ ഫംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വാല്യൂ ആക്സസും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മൂന്നാണ് എന്ത് പാരാമീറ്ററിൻ്റെ ഒന്നുണ്ട് എന്ത് റിട്ടേൺ എന്നിട്ട്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊസീജിയറും ഫംഗ്ഷനും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അതിപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. പ്രൊസീജിയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റായിട്ട് നമുക്കൊരു വാല്യൂ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞതാണ്. എന്തെന്ന് പ്രൊസീജിയറിൽ നമുക്ക് എന്താ പറ്റില്ല, ഡയറക്റ്റ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യില്ല, റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫംഗ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പാരാമീറ്ററാണ് എന്ത് റിട്ടേൺ എന്നുള്ളത്. റിട്ടേൺ എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യൽ. റിട്ടേൺ ഇസ് എ കീവേഡ് ദാറ്റ് ഇൻസ്ട്രക്ട് ദ കമ്പൈലർ ടു സ്വിച്ച് കൺട്രോൾ ഫ്രം ടു കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് റിട്ടേൺ എന്നുള്ളത് ഒരു കീവേഡാണ്. ആ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സബ് പ്രോഗ്രാംസിൻ്റെ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റിട്ടേൺ. ഇൻ സബ് പ്രോഗ്രാംസ് റിട്ടേൺ സിംപ്ലി മീൻസ് ദ കൺട്രോൾ മീൻസ് ടു എക്സിറ്റ് ഫ്രം ദ. അതായത് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ഫംഗ്ഷൻ കഴിയാൻ നേരത്ത് അവിടെ ഏതെങ്കിലും ഒരു വാല്യൂ മസ്റ്റായിട്ട് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. അതാണ് എന്ത് പറഞ്ഞത്, റിട്ടേണിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞത്. പാരൻ്റ് ഓർ മെയിൻ ബ്ലോക്ക് വിൽ കോൾ ദ സബ് പ്രോഗ്രാംസ് ആൻഡ് ദെൻ ദ കൺട്രോൾ വിൽ ഷിഫ്റ്റ് ഫ്രം ദോസ് പാരൻസ് ബ്ലോക്ക് ടു കോൾ ദ സബ് പ്രോഗ്രാംസ്. അതായത് ഇപ്പോൾ ഒരു പാരൻറ്റ് പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഒരു ചൈൽഡ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആ ചൈൽഡ് പ്രോഗ്രാമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് വേണം പാരൻറ്റ് പ്രോഗ്രാമിന് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഫംഗ്ഷൻ നമ്മൾ പ്രൊസീജിയർ പറയില്ല, നമ്മൾ എന്ത് ചെയ്യും, ഫംഗ്ഷനിലേക്ക് ക്രിയേറ്റ് ചെയ്യുക. ഫംഗ്ഷൻ്റെ അവിടെ എന്ത് ചെയ്യും, ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ആ വാല്യൂ ആയിരിക്കും നേരം എന്ത് ചെയ്യൽ, പാരൻറ്റ് പ്രോഗ്രാമിലോട്ട് വരല്.
In the case of function return statement, also return the value. The data type of this value always mentioned at the time of function declaration. നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിൻ്റെ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഡിക്ലറേഷൻ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഡിക്ലറേഷനിൽ തന്നെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ദ ഡാറ്റ ടൈപ്പ് ക്യാൻ ബി എനി വാല്യൂഡ് PLSQ. അതായത് റിട്ടേൺ നമുക്ക് വേണ്ടിയിട്ട് ഏത് PLSQL വാലിഡായി ഏത് ഡാറ്റ ടൈപ്പ് നമുക്ക് വേണം എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അടുത്ത് എന്താണ് പ്രൊസീജിയർ അല്ലെങ്കിൽ എന്താണ് സ്റ്റോർഡ് പ്രൊസീജിയർ? ഒന്നുമില്ല. സ്റ്റോർഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയർ ഈസ് രണ്ടും സെയിം തന്നെയാണ്. സ്റ്റോർഡ് പ്രൊസീജിയറും സെയിം തന്നെയാണ് കേട്ടോ. എ പ്രൊസീജിയർ ഈസ് എ സബ് പ്രോഗ്രാം യൂണിറ്റ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് PLSQL സ്റ്റേറ്റ്മെന്റ്. ഈച്ച് പ്രൊസീജിയർ ഇൻ യുവർ Oracle has its own unique name by which it is referred. അതായത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫംഗ്ഷൻ പോലെ തന്നെയാണ് എന്ത്, സ്റ്റോർഡ് പ്രൊസീജിയറും. വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡയറക്റ്റായിട്ട് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും, പ്രൊസീജിയർ എന്ത് ചെയ്യില്ല, ഡയറക്റ്റായിട്ട് ഒരു വാല്യൂ എന്ത് ചെയ്യില്ല, റിട്ടേൺ ചെയ്യില്ല. അപ്പോൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സാധാരണ ഫംഗ്ഷനും പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സിംഗിൾ ലൈൻ ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, അതായത് സബ് പ്രോഗ്രാംസ്. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, നമുക്ക് കാൽക്കുലേറ്റർ എന്നുള്ള ഒരു ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ മെയിൻ കാൽക്കുലേറ്ററാണ് വരില്ല. അതിന് താഴെ ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാൻ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ, ഡിവിഷൻ ചെയ്യാൻ, ഇത് നാലും അതിൻ്റെ സബ് പ്രോഗ്രാംസാണ്. അപ്പോൾ ഈ നാലും നമ്മൾ എന്ത് ചെയ്യും, 4 പ്രൊസീജിയർ അല്ലെങ്കിൽ 4 ഫംഗ്ഷൻ ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഫംഗ്ഷനെ കോൾ ചെയ്യും, അല്ലെങ്കിൽ ആ പ്രൊസീജിയറിനെ കോൾ ചെയ്യും. ഈ മെത്തേഡ് ഇതിന് പറഞ്ഞ പേരാണ് എന്ത്, മെയിനായിട്ട് സബ് പ്രോഗ്രാംസ്. ഒരു പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ വരുന്ന മറ്റ് പ്രോഗ്രാംസ്. അപ്പോൾ സബ് പ്രോഗ്രാംസ് മനസ്സിലായത്. അപ്പോൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. എന്താണ് വ്യത്യാസം തമ്മിലുള്ള പ്രൊസീജിയറും ഫംഗ്ഷനും സെയിം വർക്കിംഗ് തന്നെയാണ്. വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസീജിയർ ഡയറക്റ്റായിട്ട് വാല്യൂ എന്ത് ചെയ്യില്ല, റിട്ടേൺ ചെയ്യില്ല. ബട്ട് ഫംഗ്ഷൻ, ഇൻ കേസ് ഓഫ് ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഒരു വാല്യൂ മസ്റ്റായിട്ട് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഇനി അടുത്ത പറഞ്ഞ സബ് പ്രോഗ്രാംസ് ഇസ് നത്തിങ് ബട്ട് എ പ്രൊസീജിയർ ആൻഡ് ഇറ്റ്സ് നീഡ് ടു ബി ക്രിയേറ്റഡ് മാനുവലി ആസ് പെർ ദ റിക്വയർമെൻറ്റ്. അതായത് സബ് പ്രോഗ്രാംസ് പറഞ്ഞാൽ ഒരു പ്രൊസീജിയറാണ്. പക്ഷെ അത് എങ്ങനെയാണോ അത് യൂസറിന് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ ഡെവലപ്പ് ചെയ്യുക. വൺസ് ക്രിയേറ്റഡ് ദേ വിൽ ബി സ്റ്റോർഡ് ആസ് ഡാറ്റാബേസ് ഒബ്ജക്റ്റ്. ഒരു പ്രാവശ്യം അത് നമ്മൾ ഒരു പ്രൊസീജിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ, ഒരു ഡാറ്റാബേസ് ഒബ്ജക്റ്റ് ആയിട്ട് അതിന് എന്ത് ചെയ്യും, കീപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ ഒബ്ജക്റ്റിനെ കോൾ ചെയ്താൽ മതി. ഈ ഫീച്ചേഴ്സാണ് പറയുന്നത്. പ്രൊസീജിയേഴ്സ് ആർ സ്റ്റാൻഡ് അലോൺ ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം ദാറ്റ് ക്യാൻ സ്റ്റോർഡ് ഇൻ ദ ഡാറ്റ ബേസ്. പിന്നെ ഇപ്പം അത് പറഞ്ഞ കാൽക്കുലേറ്റർ അല്ലേ, അതിൽ ആഡും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വേറെ ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, സ്റ്റാൻഡ് അലോൺ ആണ് അല്ലേ. ഇപ്പോൾ കാൽക്കുലേറ്റർ അണ്ടറിൽ വരുന്നതാണെങ്കിൽ പ്ലസ് എന്നുള്ളത് ഒരു സെക്ഷനാണ്, അത് സ്റ്റാൻഡ് അലോൺ ആണ്, അത് വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യില്ല. അതേപോലെ മൈനസ് എന്നുള്ളത് ഒരു സബ് പ്രോഗ്രാമാണ്, ബട്ട് എന്താണ് വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനത്തേതായിരിക്കും എന്ത്, പ്രൊസീജിയേഴ്സാണ്. അടുത്ത് പോകാൻ കോൾ ടു ദീസ് പ്രൊസീജിയേഴ്സ് ക്യാൻ ബി മെയ്ഡ് ബൈ റെഫറിങ് ടു ദെയർ നെയിം ടു എക്സിക്യൂട്ട് ദ PLSQL. നമ്മൾ അതിനെ കോൾ ചെയ്യില്ല, ആ പ്രൊസീജിയർ അല്ലെങ്കിൽ ആ സബ് പ്രോഗ്രാമിനെ കോൾ ചെയ്യില്ല, അതിൻ്റെ പേര് വെച്ചിട്ടായിരിക്കും. ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഫംഗ്ഷൻ്റെ പേര് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്ത് കോൾ ചെയ്യില്ല. അതുപോലെ തന്നെയാണ് പ്രൊസീജിയർ അതിൻ്റെ പേര് വെച്ചിട്ടായിരിക്കും കോൾ ചെയ്യില്ല. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു എക്സിക്യൂട്ട് എ പ്രോസസ് ഇൻ PLSQL. പ്രൊസീജിയർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, PLSQL എന്തെങ്കിലും കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഞാൻ പറയണപ്പോൾ മനസ്സിലാവും. It can have nested blocks or it can be defined nested inside to other blocks or packages. അതായത് നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അറിയില്ല, ഒന്നിനുള്ളിൽ ഒന്ന് പറയാം, നമുക്ക് ഒരു ബ്ലോക്കിനുള്ളിൽ വേറൊരു ബ്ലോക്ക് പറയാം, അത് പ്രശ്നമല്ല. ഇറ്റ് കണ്ടെയ്ൻസ് ഡിക്ലറേഷൻ പാർട്ട്. ഇനിയുള്ളത് ഡിക്ലറേഷൻ പാർട്ട് ഉണ്ടാവും. അതായത് പ്രൊസീജിയറിന് ഡിക്ലറേഷൻ പാർട്ട് ഉണ്ടാവും, എക്സിക്യൂഷൻ പാർട്ട് ഉണ്ടാവും, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പാർട്ട് ഉണ്ടാവും. ഇതിൽ ഡിക്ലറേഷൻ പാർട്ടും ഓപ്ഷണലാണ്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പാർട്ടും ഓപ്ഷണലാണ്. ഇപ്പോൾ ഡിക്ലറേഷൻ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡിക്ലെയർ ചെയ്യുക, പേര് കൊടുക്കുക, അതിൽ പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ പറയുക. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് ആണ് എക്സിക്യൂഷൻ പാർട്ട്. ആ പ്രോഗ്രാമിനെ കോൾ ചെയ്യുന്നതാണ് എക്സിക്യൂഷൻ പാർട്ട്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൾ ചെയ്ത സമയത്ത് എന്തെങ്കിലും എറർ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ എററിനെ സോൾവ് ചെയ്യുന്നതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പാർട്ട്. അപ്പോൾ ഒരു പ്രൊസീജിയറിന് 3 പാർട്ടാണ് ഉള്ളത്: ഡിക്ലറേഷൻ പാർട്ട്, എക്സിക്യൂഷൻ പാർട്ട്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പാർട്ട്. അടുത്ത, ദ വാല്യൂസ് ക്യാൻ ബി പാസ്ഡ് ഇൻ ടു ദ പ്രൊസീജിയർ ഓഫ് ഫെച്ച്ഡ് ഫ്രം ദ പ്രൊസീജിയർ ത്രൂ
പാരാമീറ്റേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് ക്യാൻ പ്രൊസീജിയറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഡാറ്റ അങ്ങോട്ട് കൊടുക്കാനും പറ്റും, അതുപോലെ പ്രൊസീജിയറിൽ നിന്ന് ഡാറ്റ ഇങ്ങോട്ട് സ്വീകരിക്കാനും പറ്റും. ദീസ് പാരാമീറ്റേഴ്സ് ഷുഡ് ബി ഇൻക്ലൂഡ് ഇൻ ദ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനാണെങ്കിലും ഇങ്ങോട്ട് ഇതാക്കാനാണെങ്കിലും അതെന്ത് ചെയ്യണം, കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ആഡ് A, B എന്നുള്ളതാണ് പ്രൊസീജിയറിൻ്റെ പേര് നൽകുക. അപ്പോൾ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആഡ് എന്ന് മാത്രം കോൾ ചെയ്താൽ പോരാ, ആഡ് A, B എന്നുള്ളത് എന്ത് ചെയ്യണം, കോൾ ചെയ്യണം. Procedures can have a return statement to return the control to the calling block, but it cannot return any values to the return statement. പ്രൊസീജിയറിന് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, പക്ഷെ എന്താണ് ആ റിട്ടേൺ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരാളെ വിളിച്ചു, അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു, അതിന് വേണ്ടി മാത്രമാണ് എന്ത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു വാല്യൂ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊസീജിയറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വാല്യൂ എന്ത് ചെയ്യാൻ പറ്റില്ല, റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതായത് ഇപ്പോൾ എവിടുന്നാണ് കോള്, ഇപ്പോൾ ഒരു പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഒരു പ്രോഗ്രാമിന് ഒരു സെക്ഷൻ വെച്ചിട്ട് ഒരു പ്രൊസീജിയറിലോട്ട് പോയി. അപ്പോൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊസീജിയർ എവിടെ നിന്നാണോ കോൾ ചെയ്തത് ആ കോൾ ചെയ്ത് അതേ എക്സാക്ട് പൊസിഷനിൽ വന്ന് നിൽക്കും. ബട്ട് എന്താണ് അത് തിരിച്ചു വരുമ്പോൾ ആ റിട്ടേണിൽ ഒരു വാല്യൂസ് ഉണ്ടാവില്ല, ജസ്റ്റ് ആ പൊസിഷനിൽ വന്ന് നിൽക്കുക മാത്രമേ എന്ത് ചെയ്യുള്ളൂ. Procedures cannot call directly from select statement, they call from another block or through X keyword. അതായത് പ്രൊസീജിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിൽ കോൾ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ഒരു എക്സിക്യൂട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിനുള്ള കീവേഡാണ് എന്ത്, EXEC, എക്സിക് എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് അതിനെന്ത് കോൾ ചെയ്യുന്നത്. അടുത്ത പ്രൊസീജിയേഴ്സിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ദ റിസൾട്ട്സ് ഇൻ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഇഫ് എ പ്രൊസീജിയർ ഇസ് ബീയിങ് കോൾഡ് ഫ്രീക്വൻ്റ്ലി ഇൻ ആപ്ലിക്കേഷൻ സിംഗിൾ കണക്ഷൻ ഇസ് ഡെലിവേർഡ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷനിൽ നമ്മളൊരു പ്രൊസീജിയർ തന്നെ ഒരുപാട് പ്രാവശ്യം കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പ്രൊസീജിയർ ഉണ്ടാക്കിയിട്ട് അതിനൊരു 100 പ്രാവശ്യം കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പൈലറിൽ എന്തായിരിക്കും, ആ ഫംഗ്ഷൻ ഒറ്റ പ്രാവശ്യം വർക്ക് ചെയ്യേണ്ടാവുള്ളൂ. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. ഇത് റെഡ്യൂസ് ദ ട്രാഫിക് ബിറ്റ്വീൻ ദ ഡാറ്റാബേസ് ആൻഡ് ദ ആപ്ലിക്കേഷൻ. അതായത് ഡാറ്റാബേസും ആപ്ലിക്കേഷനും തമ്മിലുള്ള ട്രാഫിക്കിനെ എന്ത് ചെയ്യും, ട്രാഫിക്കിനെ എന്ത് ചെയ്യും, ഫാസ്റ്റ് ആക്കും. അത് സ്റ്റെക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. റെഡ്യൂസ് ദ ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലോക്ക്. ആ ബ്ലോക്ക് പെട്ടെന്ന് ഒഴിവാക്കിയിട്ട് ഡാറ്റാബേസും ആപ്ലിക്കേഷൻ തമ്മിലുള്ള കണക്ഷൻ സ്മൂത്ത് ആക്കും. പിന്നെ പറഞ്ഞത് ആഡ് ടു കോഡ് റീയൂസബിലിറ്റി. അതായത് ഒരു പ്രാവശ്യം ഇപ്പോൾ ഒരു ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യുക, ആ കോഡ് തന്നെ നമുക്ക് ജസ്റ്റ് ആ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കോഡ് റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളവിടെ എല്ലായിടത്തും ടൈപ്പ് ചെയ്യേണ്ട, അതിന് പകരം ജസ്റ്റ് എന്ത് ചെയ്യുന്നത് ഫംഗ്ഷന് കോൾ ചെയ്താൽ മതി. സോറി ഇത് സ്ലൈഡ് മാറ്റാം. അപ്പോൾ ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് കമ്പയർ ചെയ്ത സമയത്ത് ഒരു ഫംഗ്ഷൻ ഒരു പ്രൊസീജിയർ ഒരുപാട് സ്ഥലത്ത് കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം എന്ത് ചെയ്താൽ മതി, കമ്പൈൽ ചെയ്താൽ മതി. ഒറ്റ പ്രാവശ്യം കമ്പൈൽ ചെയ്ത് എത്ര പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടോ, ഒരു 100 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒറ്റ കമ്പൈലേഷൻ മതി. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്, ഡാറ്റാബേസും ആപ്ലിക്കേഷനും തമ്മിലുള്ള ട്രാഫിക് എന്ത് ചെയ്യും, ബ്ലോക്ക് ഒഴിവാക്കിയിട്ട് സ്മൂത്താക്കും. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റീയൂസബിലിറ്റിയാണ്. ഒരു പ്രാവശ്യം നമ്മൾ ഒരു പ്രൊസീജിയർ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ എന്തെങ്കിലും അതിനെ കോൾ ചെയ്താൽ മതി. അടുത്ത ഡിസ്അഡ്വാൻറ്റേജ്, സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ക്യാൻ കോസ് എ ലോട്ട് ഓഫ് മെമ്മറി യൂസേജ്. എന്താണ് മെമ്മറി യൂസേജ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. The database administrator should decide an upper bound as to how many stored procedures are feasible for a particular application. അതായത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു റോളുണ്ട്. അയാൾ തീരുമാനിക്കണം എത്ര ഒരു ആപ്ലിക്കേഷനിൽ എത്ര പ്രൊസീജിയർ വരണം എന്നുള്ളത് അയാൾ എന്ത് ചെയ്യണം, കൺക്ലൂഡ് ചെയ്യണം. കാരണം ഇതെന്ത് ചെയ്യും, ഒരുപാട് മെമ്മറി യൂസേജ് ഉണ്ടാവും. MySQL എന്ത് ചെയ്യില്ല, ഷോർട്ട് പ്രൊസീജിയർ ഡീബഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ജസ്റ്റ് ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഇപ്പോൾ പറയുന്നത് സിൻടാക്സ് ആണ്, എങ്ങനെ ഒരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് ഒന്ന് നോക്കി, ക്രിയേറ്റ് ഓർ
റീപ്ലേസ് എന്നുള്ളത് നമ്മൾ ആൾട്ടർ ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ്. അപ്പോൾ നമ്മൾക്ക് ഒന്ന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ക്രിയേറ്റ് വരണമെങ്കിൽ ക്രിയേറ്റ് പ്രൊസീജിയർ, പിന്നെ പ്രൊസീജിയറിൻ്റെ പേര്, പാരാമീറ്റർ ഇൻ ഔട്ട് ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. പാരാമീറ്റർ ഡിഫോൾട്ടായിട്ട് വരല് പാരാമീറ്റർ ഇന്നായിരിക്കും. ഇനി നമ്മൾ പാരാമീറ്റർ ഔട്ടാണെങ്കിൽ ഔട്ട് എന്ന് പറഞ്ഞാൽ പാരാമീറ്റർ ഇൻ ഔട്ടാണെങ്കിൽ ഇൻ ഔട്ട് എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ് ചെയ്യുക. പാരാമീറ്ററിൻ്റെ പേര്, ഡാറ്റ ടൈപ്പ്, ഇൻ ഔട്ടാണ് വെച്ചിട്ടുള്ളത് അത് ഡാറ്റ ടൈപ്പ്. പിന്നെ വരുന്നത് ഇസ് ആസ്. പിന്നെ വരുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു ഇതൊക്കെ ഡിക്ലറേഷൻ പാർട്ട്, എക്സിക്യൂഷൻ പാർട്ട്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പാർട്ട്. ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ അത് ചെയ്യാൻ. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രൊസീജിയറിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും വാല്യൂസ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഒരു വേരിയബിളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യണം എന്ത് ഡിക്ലറേഷൻ പാർട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രൊസീജിയറിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്: ക്രിയേറ്റ് പ്രൊസീജിയർ നെയിം, പാരാമീറ്ററിൻ്റെ പേര്, ഇൻ ഔട്ടാണെങ്കിൽ ഇൻ ഔട്ട് കൊടുക്കുക, ഏത് ഡാറ്റ ടൈപ്പാണോ പാരാമീറ്ററായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇൻറ്റീജർ ആണോ, ക്യാരക്ടർ ആണോ, സ്ട്രിങ് ആണോ, ഡേറ്റ് ആണോ, അങ്ങനെ ഏതാണുള്ളത് അത് ഇസ് ആസ് എന്നുള്ളൊരു ഓപ്ഷൻ. അത് എന്താണെന്നുള്ള നെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വരുന്നത് ഡിക്ലറേഷൻ പാർട്ടിൽ നമ്മൾ എന്തെങ്കിലും വേരിയബിൾ എക്സ്ട്രാ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പറയാം. പിന്നെ എക്സിക്യൂഷൻ, നമ്മൾ ചെയ്ത പ്രൊസീജിയറിന് കോൾ ചെയ്യുന്ന സെക്ഷനാണ് എക്സിക്യൂഷൻ. എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സെപ്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു പ്രൊസീജിയറിൻ്റെ സിൻറ്റാക്സ്. അടുത്ത ക്രിയേറ്റ് പ്രൊസീജിയർ ഇൻസ്ട്രക്ട്സ് ദ കമ്പൈലർ ടു ക്രിയേറ്റ് ന്യൂ. ആ ക്രിയേറ്റ് എന്നുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈലറിന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ പ്രൊസീജിയറാണെന്നുള്ളത്. റീപ്ലേസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളതിന് നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് റീപ്ലേസ്. പ്രൊസീജിയർ നെയിം ഷുഡ് ബി യൂണിക്, അതായത് എന്താണ് റിപ്പീറ്റ് ആകാൻ പാടില്ല. ഇപ്പോൾ ആഡ് എന്ന ഒരു സ്ഥലത്ത് ഞാൻ ഒരു പ്രോഗ്രാമിൽ 4-5 ഇതുണ്ട്. അപ്പോൾ ഞാൻ 2 പ്രൊസീജിയർ ചെയ്യുന്നത് ഒരേ സെയിം പേര് കൊടുക്കുക. അതെന്ത് ചെയ്യാൻ പാടില്ല, സെയിം പേര് വരാൻ പാടില്ല. പ്രൊസീജിയർ നെയിം ഷുഡ് ബി യൂണിക് ഒറ്റ ഉണ്ടാവുള്ളൂ. Keyword is will be used if the procedure is nested into some other block. If the procedure is standalone, then as will be used other than coding standard. അത് ഇസ് ആസ് ഞാൻ പറഞ്ഞ നേരത്തെ അല്ലേ, ശ്രദ്ധിച്ചു. ഇസും ആസും. ഇസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് വിൽ ബി യൂസ്ഡ് വെൻ ദ പ്രൊസീജിയർ ഇസ് നെസ്റ്റഡ് ഇൻ സം അതർ ബ്ലോക്ക്. അതായത് ഈ നമ്മൾ കൊടുക്കുന്ന പ്രൊസീജിയർ വേറെ വേറെ ഇതിനോടെങ്ങാനും ഇതിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം കൊടുക്കുകയാണ് എന്താണ് ഇസ് എന്നുള്ളത്. ആസ് എന്നുള്ളത് ഇപ്പോൾ ഡയറക്റ്റായിട്ട് വരുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ അവിടെ എന്ത് കൊടുത്താൽ മതി, ആസ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇസ് എന്നതിന് കൂടെ ഇസ് വിൽ ബി യൂസ്ഡ് വെൻ ദ പ്രൊസീജിയർ ഇസ് നെസ്റ്റഡ് ഇൻ ടു സം അതർ ബ്ലോക്സ്. അതായത് വേറെ ഏതെങ്കിലും ബ്ലോക്സുമായിട്ട് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ കണക്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടതാണ് ഇസ്. ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊസീജിയർ എന്താണ് സ്റ്റാൻഡ് അലോൺ ആണ്, ഒറ്റക്കുള്ളതാണ്, വേറെ ആരും സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആസ് കൊടുക്കാം. അടുത്ത ഒരു എക്സാമ്പിൾ പറയണം. ക്രിയേറ്റ് പ്രൊസീജിയർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊസീജിയറിൽ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് ഉണ്ടായിരുന്നു എക്സെക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയണത്. അപ്പോൾ ആദ്യം എന്താണ് ക്രിയേറ്റ് ഓർ റീപ്ലേസ്, നമ്മൾ എന്ത് ചെയ്ത് ഒരു പ്രൊസീജിയറിന് ഉണ്ടാക്കി. എന്നിട്ട് DBMS പുട്ട് ലൈന് പി നെയിം വെൽക്കം മെസ്സേജ് ഗുരുനാണ്. അപ്പോൾ ഇതാണ് നോക്കുക നമ്മളോട് എന്താണ്. അപ്പോൾ ആദ്യം ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി പ്രൊസീജിയർ വെൽക്കം മെസ്സേജ് എന്നുള്ളത് കൊടുത്തുന്നിട്ട് എന്താണ് ഒരു പാരാമീറ്റർ ഉണ്ടാക്കി. പി നെയിം എന്ന് പറഞ്ഞാൽ എന്താണ് റീഡ് ഓൺലിയാണ്, ഇങ്ങോട്ട് മാത്രമേ സ്വീകരിക്കുള്ളൂ. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണ് വാർകെയർ. ഇസ് കൊടുത്തു. ബിഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തുടങ്ങി. അപ്പോൾ ഡിക്ലറേഷൻ കഴിഞ്ഞു. അടുത്തതാ ഡിക്ലറേഷൻ എക്സിക്യൂഷൻ ഹാൻഡ്ലിങ്. അപ്പോൾ എന്നിട്ട് പറയാൻ DBMS ഔട്ട്പുട്ട് ഡോട്ട് ലൈൻ വെൽക്കം പി നെയിം. അപ്പോൾ ഇത് മൊത്തം എന്താണ് ഈ ക്രിയേറ്റ് മുതൽ എൻഡ് വരെ എന്താണ് ഒരു പ്രൊസീജിയറാണ്. ക്രിയേറ്റ് മുതൽ ഈ എൻഡ് വരെ ഉള്ള എന്താണ് ഒരു പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്, അതിനെ കോൾ ചെയ്യാൻ പോവാണ് EX
വെൽക്കം മെസ്സേജ് ഗുരുനാൻ. അപ്പോൾ ഇവിടെ പി നെയിം എന്നുള്ളത് എന്താണ്, വാർക്കാരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് നമ്മളിവിടെ ഗുരുനാൻ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താവും, അത് നേരെ പി നെയിമിൽ പോകും. പി നെയിമിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എന്താണ്, DBMS എന്ത് വെൽക്കം ഗുരു 99 ആയിരിക്കും എന്ത് അതിൻ്റെ ഔട്ട്പുട്ട്. അത് ജസ്റ്റ് പറയേണ്ട കോഡ് ലൈൻ 1 ക്രിയേറ്റിംഗ് ദ ജസ്റ്റ് പീനെ കൊടുത്തു, ഇൻ ടൈപ്പാണ് കോഡ് ലൈൻ. എന്താണ് കോൺകറൻറ്റ് ഞാനിത് പ്രിൻ്റ് ചെയ്ത്. അപ്പോൾ പിന്നെ പ്രൊസീജിയർ എന്തായി കംപ്ലീറ്റ് ആയി, എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് എക്സിക്യൂട്ട് EX എന്നുള്ള കമാൻഡ് വെച്ചിട്ട് അതിനെന്ത് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത്. അപ്പോൾ വെൽക്കം ഗുരു 99 എന്നുള്ളത് എന്ത് അതിൻ്റെ ഇത് ഔട്ട്പുട്ട്. അപ്പോൾ അടുത്ത് ക്രിയേറ്റ് പ്രൊസീജിയർ എക്സാമ്പിൾ. അപ്പോൾ നോക്കുക, അവസ്ഥ നമ്മളൊരു ടാബിൾ ക്രിയേറ്റ് ചെയ്തു, ക്രിയേറ്റ് ടാബിൾ. പിന്നെ പ്രൊസീജിയർ കോഡ്, നമ്മളിനി പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ഓർ റീപ്ലേസ് പ്രൊസീജിയർ ഇൻസേർട്ട് യൂസർ എന്നുള്ളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിന് നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുത്തു. ID ഇന്നാണ്, റീഡ് ഓൺലി ആണ്, നമ്പർ നെയിം ഇന്നാണ്, വാർക്കാർ ഈസ് ബിഗിൻ, ഇൻസേർട്ട് ഇൻ ടു യൂസർ വാല്യൂസ് ID നെയിം, അതായത് ആ ടേബിളിലോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞ എൻഡ്. ഇനി നമ്മൾ CLSK പ്രോഗ്രാം പ്രൊസീജിയർ കോൾ ചെയ്യണം. ബിഗിൻ ഇൻസേർട്ട് യൂസർ 101 രാഹുൽ. അപ്പോൾ എന്താണ് ഇവിടെ ഇൻസേർട്ട് യൂസർ എന്നുള്ള ആ പ്രൊസീജിയർ നോക്കും. അവിടെ എന്താണ് ID ഉണ്ട്, നെയിമുണ്ട്. അപ്പോൾ ID എന്ത് ചെയ്യും, 101 ID പോകും. അതിൻ്റെ ഇന്നായതുകൊണ്ട് എന്ത് ചെയ്യും, റീഡ് അല്ല അതിലോട്ട് എന്ത് സേവ് ചെയ്ത് വെക്കും. നെയിമും അതുപോലെ എന്ത് ചെയ്യും സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് താഴെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്ത് റെക്കോർഡ് ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഇത് ഒരു റിട്ടേൺ വാല്യൂ ചെയ്യും അല്ലേ. ഈ പ്രൊസീജിയർ ഒരു വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആ റിട്ടേൺ മിക്കവാറും ട്രൂ ആയതുകൊണ്ടായിരിക്കും എന്ത് ആ വന്ന പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. അപ്പോൾ ഇത് നോക്കി ഇവിടെ ബിഗിൻ കൊടുത്തു. ഞാൻ പറഞ്ഞു എന്താണ് നമുക്ക് പ്രൊസീജിയർ എന്ത് ചെയ്യില്ല, ഡയറക്റ്റ് വാല്യൂ എന്ത് ചെയ്യില്ല, റിട്ടേൺ ചെയ്യില്ല. പകരം എന്തുണ്ടാവും, പകരം എവിടെ ഏത് പൊസിഷനിലാണെന്ന് ആ പൊസിഷനിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇത് രണ്ടും ഫസ്റ്റത്തെ ടാബിൾ ക്രിയേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ പ്രൊസീജിയർ ഉണ്ടാക്കി. ഇതിന് അടുത്ത് നമ്മളെന്താ ഒരു PLSK പ്രോഗ്രാമർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻസേർട്ട് യൂസർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസേർട്ട് യൂസർ നോക്കും. എന്നിട്ട് അതിലെന്താ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അതിൽ ഇൻസേർട്ട് ഇൻറ്റു യൂസർ ആ ടാബിലോട്ട് എന്ത് ചെയ്യും, വാല്യൂസ് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് വാല്യൂസ് സ്റ്റോർ ചെയ്തൊരു വീണ്ടും എന്ത് ചെയ്യും, ഇവിടെ തന്നെ വന്ന് നോക്കും. അപ്പോൾ നെക്സ്റ്റ് ലൈൻ എന്താ, DBMS റെക്കോർഡഡ് ഇൻസേർട്ട് സക്സസ്ഫുള്ളി എന്ത് ചെയ്യും, റെക്കോർഡഡ് ഇൻസേർട്ട് സക്സസ്ഫുള്ളി എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇതാണെന്ത് പറഞ്ഞത്. അടുത്ത് സ്റ്റോർഡ് പ്രൊസീജിയർ എക്സാമ്പിൾ. The following SQL statements creates a stored procedure named select all customers that selects all records from the customer table. അതായത് നമ്മളൊരു പ്രൊസീജിയർ ഉണ്ടാക്കണം, സെലക്ട് ഓൾ കസ്റ്റമേഴ്സ് എന്നിട്ട് അതെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡിൽ ആ ടാബിലുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെ പേര് എന്ത് ചെയ്യണം, കാണിക്കണം. അപ്പോൾ നമ്മളെന്താണ് ക്രിയേറ്റ് പ്രൊസീജിയർ കൊടുത്തു. എന്താണ് സെലക്ട് ഓൾ കസ്റ്റമേഴ്സ്, എന്താണ് സെലക്ട് ക്രിയേറ്റ് പ്രൊസീജിയർ സെലക്ട് ഓൾ കസ്റ്റമേഴ്സ്. ക്രിയേറ്റ് എന്നുള്ള കീവേഡാണ്, പ്രൊസീജിയർ എന്നുള്ള കീവേഡാണ്, സെലക്ട് ഓൾ കസ്റ്റമേഴ്സ് എന്നുള്ളത് ആ കീവേഡിൻ്റെ പ്രൊസീജിയറിൻ്റെ പേരാണ്. ആസ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്, സ്റ്റാൻഡ് അലോൺ ആണ്. ഇത് എന്നുള്ളിൽ കൊടുക്കുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് കൊടുത്തു. എന്നിട്ട് ഗോ എന്നുള്ള കൊടുത്തു. പിന്നെ നമ്മളെന്ത് ചെയ്താൽ മതി, പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമ്മൾ എക്സിക്യൂട്ട് നമ്മളെന്ത് പറഞ്ഞു നമുക്ക് സെലക്ട് പറ്റില്ല, പ്രൊസീജിയർ ഡയറക്റ്റായിട്ട് സെലക്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടി യൂസ് ചെയ്യാനാണ് എക്സിക്യൂട്ട് എന്നുള്ള കീവേഡ്. എക്സിക്യൂട്ട് സെലക്ട് ഓൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ പേര് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. ഇനി ഒരു പാരാമീറ്റർ പാസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. ദ ഫോളോയിങ് SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റഡ് സ്റ്റോർ കസ്റ്റമേഴ്സ്. ഇപ്പോൾ ക്രിയേറ്റ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്ത പ്രൊസീജിയറിൻ്റെ പേരെന്താണ്, സെലക്ട് ഓൾ കസ്റ്റമേഴ്സ് അറ്റ് സിറ്റി എന്നുള്ളൊരു വേരിയബിളാണ്. വാർക്കാർ 30 സെലക്ട് സ്റ്റാർ ഫ്രം വേർ സിറ്റി അറ്റ് സിറ്റി. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ്, ഇത് ശരിക്കും ഇതൊരു പോസ്റ്റ് ഗ്രാൻഡ് എക്സാമ്പിളാണ് കേട്ടോ. SQL അതാണ് ചെറിയൊരു ഡിഫറൻസ്. ക്രിയേറ്റ് പ്രൊസീജിയർ സെലക്ട് നമ്മളവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കും സിറ്റി ഇൻ വാർക്കാർ 30.
എന്നിട്ട് ആസ് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് യുവർ സിറ്റി അറ്റ് ഇവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അറ്റ് സിറ്റി ഈക്വൽ ടു സിറ്റി നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ എന്നത് എക്സിക്യൂട്ട് ദ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് അബോവ് ആസ് ഫോളോസ്. ഇപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് സെലക്ട് ഓൾ കസ്റ്റമേഴ്സ് അറ്റ് സിറ്റി ഈക്വൽ ടു ലണ്ടൻ. അപ്പോൾ ലണ്ടൻ സിറ്റിയുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രം എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ഇത് പോസ്റ്റ് ഗ്രാൻ്റെ ഒരു എക്സാമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ PLSQL ഒക്കെ ലാബൊക്കെ ചെയ്യാനുള്ളത് പോസ്റ്റ് ഗ്രാണ്. പക്ഷേ സിലബസിൽ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമ്മൾ സാധാ ഒറാക്കിളും SQL ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട് സിൻടാക്സിനും കാര്യമാക്കണ്ട. ഏത് എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഏത് എഴുതി കഴിഞ്ഞാലും എന്ത് ചെയ്യും? എന്തായാലും മാർക്ക് കിട്ടും. അപ്പോൾ അത് മനസ്സിലായിരുന്നു ചോദിക്കണം. ഇനി നെക്സ്റ്റ് ഒരു 2 പാരാമീറ്റർ അങ്ങനെ മൾട്ടിപ്പിൾ പാരാമീറ്റർ അങ്ങനെ കൊടുക്കാന്നുള്ളത്. അപ്പോൾ അതിന് നോക്കുക നമ്മളെന്താ ചെയ്തുള്ളൂ? ക്രിയേറ്റ് പ്രൊസീജിയറിനെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പേര് സെലക്ട് ഓൾ കസ്റ്റമേഴ്സ് ആണ് ആ പ്രൊസീജിയറിൻ്റെ പേര്. അതിൽ 2 വേരിയബിൾസ് ഉണ്ട്, ഒന്ന് സിറ്റിയും ഒന്ന് പോസ്റ്റൽ കോഡും. നോക്കിയതാണ്, സോറി മാറിപ്പോയതാണ്. മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ക്രിയേറ്റ് പ്രൊസീജിയർ സെലക്ട് ഓൾ കസ്റ്റമേഴ്സ് എന്താണ് പ്രൊസീജിയറിൻ്റെ പേര് ക്രിയേറ്റ് ചെയ്തു. അതിന് ഒരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്തതിന് പേര് കൊടുത്തു. എന്നിട്ട് അതിൽ പാരാമീറ്റേഴ്സായിട്ട് സിറ്റി ഇന്നാണ് വേർക്കാർ, അതേപോലെ പോസ്റ്റൽ കോഡ് ഇന്ന വേർക്കാർ. ഹാസ് സെലക്ട് എന്നിട്ട് നമ്മൾ കൊറി പറഞ്ഞു സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ വേർ സിറ്റി ഈക്വൽ ടു നമ്മളോട് കൊടുക്കുന്ന സിറ്റി ആവണം, പോസ്റ്റൽ കോഡ് ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്ന പോസ്റ്റൽ കോഡാവണം. അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എക്സിക്യൂട്ട് സെലക്ട് ഓൾ കസ്റ്റമേഴ്സ് അറ്റ് സിറ്റി ഈക്വൽ ടു ലണ്ടൻ. കാരണം നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണ്? ഇതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാത്രം എന്ത് ചെയ്യുള്ളൂ? പ്രിൻ്റ് ചെയ്യുള്ളൂ. ലണ്ടനും പോസ്റ്റൽ കോഡും VA11 DP ആവണം, എന്നാലും എന്ത് ചെയ്യുള്ളൂ? എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ജസ്റ്റ് നോക്കിയാൽ മതി. ഇതൊന്നുമില്ല, ഇത് ചെറിയ ഇതിൽ കൺഫ്യൂഷനാണ്. സിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റി എന്നുള്ളത് പോസ്റ്റ് ഗ്രാൻ്റെ സിൻടാക്സാണ്. നമ്മൾ നേരത്തെ നോക്കിയത് സാധാ നോർമൽ SQLൻ്റെ സിൻടാക്സാണ്. അപ്പോൾ സിൻടാക്സിൽ വ്യത്യാസമുള്ള. അപ്പോൾ ഇത് ഏത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഏതാണോ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി പോസ്റ്റ് ഗ്രാക്ക് കുറച്ചും കൂടി എളുപ്പം. കാരണം ഇന്നും ഔട്ടൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അറ്റ് സിറ്റി ഇപ്പോൾ ഡിഫോൾട്ടായിട്ടൊരു ഇന്നെ ആയിരിക്കും. നമ്മൾ ഔട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് പറഞ്ഞാൽ മതി. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എന്ത് സ്റ്റോർഡ് പ്രൊസീജിയർ പറയാനുള്ളത്. അടുത്താണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ C-ലും C++ലും ഒക്കെ പഠിച്ച തന്നെ സെയിം പ്രൊസീജിയർ അതൊക്കെ തന്നെയാണ് എന്ത് ഫംഗ്ഷന് പ്രൊസീജിയർ നമ്മൾ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊസീജിയറിൽ എന്തെയില്ല പ്രൊസീജിയറിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യില്ല. ജസ്റ്റ് റിട്ടേൺ ചെയ്യണത് ഏത് പൊസിഷനിലാണോ പോയത് ആ പൊസിഷനിലേക്ക് എന്ത് ചെയ്യുള്ളൂ? റിട്ടേൺ ചെയ്യുള്ളൂ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടൊരു വാല്യൂ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. അതാണ് പറഞ്ഞത്. PLSQL ഫംഗ്ഷൻ ഇസ് വെരി സിമിലർ ടു PLSQL പ്രൊസീജിയർ. ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൊസീജിയർ ആൻഡ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ മസ്റ്റ് ഓൾവേസ് റിട്ടേൺ ചെയ്താൽ ഞാൻ പറഞ്ഞത് എന്ത് ഫംഗ്ഷൻ എപ്പോഴും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ആൻഡ് ദ അതർ ഹാൻഡ് പ്രൊസീജിയർ മേ ഓർ മേ നോട്ട് റിട്ടേൺ വാല്യൂ. അതായത് വാല്യൂ ചെയ്യാൻ ചാൻസ് ഇല്ല, പക്ഷെ റിട്ടേൺ ചെയ്യും. വാല്യൂ അല്ല, ഏത് പൊസിഷനിലാണോ ആ പ്രൊസീജിയറിനെ ഫോളോ ചെയ്തത് ആ തിരിച്ച് അതേ പൊസിഷനിലോട്ട് എന്ത് ചെയ്യും? റീഡയറക്റ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത് പ്രൊസീജിയർ ട്രൂ ഫോർ PLSQL ഫംഗ്ഷൻ ടു. സെയിം തന്നെയാണ് രണ്ടും. വർക്കിംഗ് ഒക്കെ സെയിം തന്നെയാണ്. ഈ ഏറ്റവും ഡിഫറൻസ് ഉണ്ട് മാത്രമേ ഉള്ളൂ. പ്രൊസീജിയർ ഓർ ഫംഗ്ഷൻസ് ബ്ലോക്സ് ഓഫ് കോഡ് ഇൻ PS മെയ്ഡ് അപ്പ് ഓഫ് ഫോർ ദ ഫോളോയിങ് 3 സെക്ഷൻ. നേരത്തെ പറഞ്ഞത് ഡിക്ലറേറ്റീവ് സെക്ഷൻ, എക്സിക്യൂട്ടബിൾ സെക്ഷൻ, എക്സെപ്ഷൻ, ഹാൻഡ്ലിംഗ് സെക്ഷൻ. ഡിക്ലറേറ്റീവ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷനായാലും പ്രൊസീജിയറിനായാലും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സെക്ഷൻ. എക്സിക്യൂട്ടബിൾ തന്നെ അതിൻ്റെ വർക്കിംഗ്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിക്കാൻ വേണ്ടിയാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉള്ളത്. അടുത്തായിട്ട് പറയുന്നത് ഫംഗ്ഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. ഫംഗ്ഷൻസ് ആർ സ്റ്റാൻഡ് അലോൺ ബ്ലോക്ക് ദാറ്റ് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ പർപ്പസ്. ഇത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡ് അലോൺ ബ്ലോക്സ് ആണ്. അതായത് അത് ആരെയും എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യുന്ന അവർ സ്റ്റാൻഡ് അലോൺ മെയിൻലി എന്താണ്? കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യും. ഇപ്പോൾ ഫാക്ടോറിയൽ കാണാൻ, അല്ലെങ്കിൽ ഫിബൊനാച്ചി കാണാൻ, ഈവൻ നമ്പർ, ഓഡ് അങ്ങനത്തെ എക്സാമ്പിൾസിനെ കാണുന്നത് നമ്മൾ ഫങ്ഷൻസ്
യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ യൂസ് റിട്ടേൺ കീവേഡ് ടു ദ റിട്ടേൺ ദ വാല്യൂ ദ ഡാറ്റ ടൈപ്പ് ഓഫ് ദിസ് ഡിഫൈൻഡ് അറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ. നമ്മൾ എന്താണ് ഫംഗ്ഷൻ എന്നുള്ള എന്താണ് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ഏത് ഡാറ്റ ടൈപ്പ് ആണെങ്കിലും ആ വാല്യൂ എന്ത് റിട്ടേൺ ചെയ്യും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഡിക്ലെയർ ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്യണം, ആ ഡാറ്റ ടൈപ്പ് റിട്ടേൺഡ് ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്ത് കൊടുക്കണം. അടുത്ത പോയിന്റ്, ഫംഗ്ഷൻ ഷുഡ് ഐദർ റിട്ടേൺ എ വാല്യൂ ഓർ റേസ് ദ എക്സെപ്ഷൻ ദാറ്റ് ഈസ് റിട്ടേൺ ഈസ് മാൻഡറ്ററി ഇൻ ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ കേസിൽ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു വാല്യൂ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു എറർ ഫോം ചെയ്യണം. അപ്പോൾ ഈ ഒരു റിട്ടേൺ എ വാല്യൂ എന്നുള്ള ഫംഗ്ഷനിൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഫംഗ്ഷനിൽ വാല്യൂ റിട്ടേൺ വന്നിട്ടില്ലെങ്കിൽ എന്താവണം, ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ഒരു എറർ എന്ത് ചെയ്യണം, ഒരു എക്സെപ്ഷൻ എന്ത് ചെയ്യണം, റേസ് ആവണം. അപ്പോൾ അതാ പറഞ്ഞത് റിട്ടേൺ ഇസ് മാൻഡറ്ററി ഇൻ ഫംഗ്ഷൻ. അടുത്ത പോയിന്റ്, ദ ഫംഗ്ഷൻ വിത്ത് നോ DML സീക്വൻസ് ക്യാൻ ബി ഡയറക്ട്ലി കോൾഡ് ഇൻ സെലക്ട് ക്വറി വേറാസ് ദ ഫംഗ്ഷൻസ് വിത്ത് DML ഓപ്പറേഷൻ ക്യാൻ കോൾഡ് PLSQL ബ്ലോക്ക്. അതായത് ഫംഗ്ഷൻ വിത്ത് നോ DML സീക്വൻസ് ക്യാൻ ബി ഡയറക്ട്ലി കോൾഡ് സെലക്ട്. DML ലാംഗ്വേജിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സെലക്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ പറഞ്ഞിട്ട് ഇറ്റ് ക്യാൻ ഹാവ് നെസ്റ്റഡ് ബ്ലോക്ക്. അതായത് ഒരു ഫംഗ്ഷനിൽ വേറൊരു ഫംഗ്ഷൻ ആവാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ഇത് കണ്ടെയ്ൻ ഡിക്ലറേഷൻ പാർട്ട്, എക്സിക്യൂഷൻ പാർട്ട്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പാർട്ട്. നേരത്തെ സെയിം തന്നെയാണ്. എന്ത് ഡിക്ലറേഷൻ പാർട്ടുണ്ട്, എക്സിക്യൂഷൻ പാർട്ടുണ്ട്, അതേപോലെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പാർട്ടുണ്ട്. പിന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ദ വാല്യൂസ് ക്യാൻ ബി പാസ്ഡ് ടു ഫംഗ്ഷൻ ഫെച്ചഡ് ഫ്രം ദ പ്രൊസീജിയർ ടു ദ പാരാമീറ്റേഴ്സ്. അതേപോലെ എന്താണ് ഒരു നമുക്ക് പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് കൊടുക്കാം. വേണമെങ്കിൽ ഒരു പ്രൊസീജിയറിൻ്റെ പാരാമീറ്റേഴ്സ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷനിലോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പാസ് ചെയ്യാം. ദീസ് പാരാമീറ്റേഴ്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ആ പാരാമീറ്റേഴ്സ് എന്താണ്, മസ്റ്റായിട്ട് എന്തായാലും ഫംഗ്ഷന് കോൾ ചെയ്യുന്ന സമയത്ത് ആ പാരാമീറ്റേഴ്സും കൂടി എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഫംഗ്ഷൻ ക്യാൻ ഓൾസോ റിട്ടേൺ ദ വാല്യൂ ത്രൂ ഔട്ട് പാരാമീറ്റേഴ്സ് അതർ ദാൻ യൂസിങ് റിട്ടേൺ. ഫംഗ്ഷൻ ക്യാൻ ഓൾസോ റിട്ടേൺ ദ വാല്യൂ ത്രൂ. അതായത് ഈ റിട്ടേൺ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാതെ തന്നെ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഔട്ട് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഔട്ട് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, വാല്യൂസ് എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. സിൻസ് ഇറ്റ് ഓൾവേസ് റിട്ടേൺ ദ വാല്യൂ ഇൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് അക്കമ്പനീസ് വിത്ത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ടു പോപ്പുലേറ്റ് ദ വേരിയബിൾസ്. അതായത് ഈ വാല്യൂ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ വേറെ എവിടെയെങ്കിലും എന്ത് ചെയ്യാൻ, സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഫങ്ഷൻസ് നോർമൽ ഫംഗ്ഷൻ പോലെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഫങ്ഷൻസിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറയാം. ഇനി പറഞ്ഞ് ജസ്റ്റ് അതിൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണ്, ഫങ്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സിൻറ്റാക്സ് കാണിക്കാം. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ക്രിയേറ്റ് സെയിം തന്നെ, ക്രിയേറ്റ് ഫംഗ്ഷൻ, അവിടെ പ്രൊസീജിയർ ചെയ്യുന്നു, ഇവിടെ ഫംഗ്ഷൻ നെയിം, പാരാമീറ്റേഴ്സ് പറയുമ്പോൾ പറയണം ഏത് പാരാമീറ്റർ നെയിം ഇന്നാണോ ഔട്ടാണോ ഇന്നൗട്ടാണോ എന്നുള്ള ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. റിട്ടേൺ അതുപോലെ എന്താണ്, റിട്ടേൺ ഡാറ്റ ടൈപ്പും പറഞ്ഞു കൊടുക്കണം. ഈസ് ആസ് ബിഗിൻ ഫംഗ്ഷൻ ബോഡി എൻഡ് ഫംഗ്ഷൻ നെയിം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എന്ത് അതിൻ്റെ സിൻറ്റാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദ ഫംഗ്ഷൻ നെയിം സ്പെസിഫൈസ് ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ. ഓരോ സെക്ഷനിലുള്ള എന്താണ് പറയണം. ഫംഗ്ഷൻ നെയിം എന്താണ് ഫംഗ്ഷൻ്റെ പേരായിട്ടാണ് എന്ത് സ്പെസിഫൈ ചെയ്യൽ. റീപ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് അല്ലെങ്കിൽ റീപ്ലേസ് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരും. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു ഫംഗ്ഷനെ അല്ലെങ്കിൽ പ്രൊസീജിയർ ആയാലും ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു പ്രൊസീജിയറിനെ അല്ലെങ്കിൽ ഫംഗ്ഷനെ മാറ്റം വരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് ഇത് റീപ്ലേസ് എന്നുള്ളത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്രിയേറ്റ് പ്രൊസീജിയർ, റീപ്ലേസ് ചെയ്യാൻ നേരത്താണ് റീപ്ലേസ് പ്രൊസീജിയർ അല്ലെങ്കിൽ റീപ്ലേസ് ഫംഗ്ഷൻ. അപ്പോൾ അതാണ്. ദ ഓപ്ഷണൽ പാരാമീറ്റർ ലിസ്റ്റ് കണ്ടെയ്ൻസ് നെയിം, മോഡ് ആൻഡ് ടൈപ്പ് ഓഫ് ദ പാരാമീറ്റർ. പാരാമീറ്റേഴ്സ് ഓപ്ഷണലാണ്. നമുക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൊടുക്കാൻ പേര് കൊടുക്കണം, അതിൻ്റെ മോഡ് കൊടുക്കണം, ഏതാണ് ഇന്നാണ് ഔട്ടാണെന്നുള്ള അതിൻ്റെ മോഡ് കൊടുക്കണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് പാരാമീറ്റർ ആണ് ഉള്ളതും കൂടി എന്ത് ചെയ്യണം, പറയണം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആഡ് ക്രിയേറ്റ് ഫംഗ്ഷൻ ആഡ് A, B കൊടുത്തു. അപ്പോൾ A എന്താണെന്നുള്ളത് പറയണം,
ഏത് മോഡാണ്, ഇന്നാണോ ഔട്ടാണോ ഇന്നൗട്ടാണോ എന്നുള്ളത് പറയണം. അതായത് റീഡ് ഓൺലി ആണോ റൈറ്റ് ഓൺലി, റൈറ്റ് ഓൺലി ആണോ അതോ റീഡ് ആൻഡ് റൈറ്റ് ഓൺലി ആണെന്നുള്ളത് എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഏത് ഡാറ്റ ടൈപ്പാണെന്നുള്ളത് എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. In presence that value will be passed from outside and out represent that parameter will be used to return value outside of the. അതായത് ഇന്നുള്ള എന്താണ് വാല്യൂ അങ്ങോട്ട് കൊടുക്കുന്നതായിട്ട് സ്വീകരിക്കുന്നത്. ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ട് റെപ്രസെൻറ്റ് ദാറ്റ് ദിസ് പാരാമീറ്റേഴ്സ് വിൽ ബി യൂസ്ഡ് ടു റിട്ടേൺ എ വാല്യൂ ഔട്ട്സൈഡ് ഓഫ് ദ പ്രൊസീജിയർ. നെക്സ്റ്റ് ദ ഫംഗ്ഷൻ മസ്റ്റ് കണ്ടെയ്ൻ എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. അത് അടുത്ത പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എന്താണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും വേണം ഫംഗ്ഷനിൽ. കാരണം അത് ഓൾറെഡി മാൻഡറ്ററി എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടാവണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്താണ് മസ്റ്റായിട്ട് എന്തായാലും ഫംഗ്ഷനിൽ ഉണ്ടാവണം. അപ്പോൾ ഫംഗ്ഷൻ എന്തായാലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. ദ റിട്ടേൺ ക്ലോസ് സ്പെസിഫൈസ് ദാറ്റ് ഡാറ്റ ടൈപ്പ് യു ആർ ഗോയിങ് ടു റിട്ടേൺ ഫ്രം ദ ഫംഗ്ഷൻ. റിട്ടേണിൻ്റെ ക്ലോസിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡാറ്റ ടൈപ്പ് ആണ് റിട്ടേൺ ചെയ്യേണ്ടതെന്നുള്ള ഉദ്ദേശിക്കുന്നതാണ് എന്ത് റിട്ടേൺ ഡാറ്റ ടൈപ്പ്. ഫംഗ്ഷൻ ബോഡി കണ്ടെയ്ൻസ് ദ എക്സിക്യൂട്ടബിൾ. ഫംഗ്ഷൻ ബോഡി എന്നുള്ള എന്താണ് എക്സിക്യൂട്ടബിൾ, എന്ത് വർക്കാണോ ചെയ്യേണ്ടത് ആ വർക്കാണ് എന്ത് ഫംഗ്ഷൻ ബോഡിയിൽ വരൽ. ദ ആസ് കീവേഡ് ഈസ് ഫോർ ക്രിയേറ്റിംഗ് എ സ്റ്റാൻഡ് അലോൺ. അതായത് ഇസ് കൊടുക്കണം. ആസ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഫംഗ്ഷൻ എപ്പോഴും എന്താണ് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുള്ളൂ. അതായത് വേറെ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആസ് പ്രിഫർ ചെയ്യുന്നത്. ഒരു അടുത്ത എക്സാമ്പിൾ നോക്കാം. ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ ക്രിയേറ്റ് ഓർ റീപ്ലേസ് നോക്കണം. ക്രിയേറ്റ് ഫംഗ്ഷൻ ആഡർ n1 ഇന്ന് കണ്ട n1 എന്നുള്ള ഒരു പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ മോഡ് ഇന്നാണ്, ഇൻ പാരാമീറ്ററാണ്, ഡാറ്റ ടൈപ്പ് നമ്പറാണ്. n2 ഇന്നാണ് നമ്പർ. റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്, നമ്പർ വാല്യൂ നമ്പറാണ്. ഒരു നമ്പർ എന്നുള്ള ഡാറ്റ ടൈപ്പ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഈസ് n3 പുതിയൊരു വാല്യൂനെ ക്രിയേറ്റ് ചെയ്ത് n3 നമ്പർ 8 കൊടുത്ത് ബിഗിൻ n3 ഈക്വൽ ടു n1 പ്ലസ് n2 റിട്ടേൺ n3 കണ്ട. അപ്പോൾ ഈ ഫംഗ്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, n3 എന്നുള്ളൊരു വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണത് പാരാമീറ്റേഴ്സ് എന്താ കൊടുത്തിട്ടുള്ളത്, പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത് എന്താണ്, ഈ n1 ആണ് ഫസ്റ്റ്, ഇന്നാണ് മോഡ്, ഡാറ്റ ടൈപ്പ് നമ്പറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞത്. ഇനി ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു പുതിയൊരു ഫംഗ്ഷന് ചെയ്ത് നോക്കാം. ആദ്യം ഡിക്ലെയർ ചെയ്തു n3 എന്നൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്പറാണ്. ബിഗിൻ n3 ഈക്വൽ ടു ആഡർ 11,12 DBMS. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷനാണ് നമ്മൾ കോൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളതിന് പേര് കൊടുക്കുന്നത് ആഡർ എന്നുള്ളതായിരുന്നു. അപ്പം ഇനി നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ നേരത്ത് ഡിക്ലെയർ ജസ്റ്റ് ആഡറിന് എന്ത് ചെയ്താൽ മതി, ഫംഗ്ഷനെ കോൾ ചെയ്ത് രണ്ട് വാല്യൂസ് കൊടുത്തു. n1 n2 അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഇന്ന് നമ്പറായിട്ട് അവിടെ n1 n2 കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, അത് ആ രണ്ട് വാല്യൂസ് 11 12 പാസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും, അവിടെ അതിലെന്ത് ചെയ്യും, ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ് n3 ഈക്വൽ ടു n+. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് n3ക്ക് ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നിട്ട് എന്ത് ചെയ്യും, n3 റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടെ എന്ത് ചെയ്ത് ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞത്, എപ്പോഴും ഫംഗ്ഷന് എന്താ ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് പറഞ്ഞൊരു വാല്യൂ വരുന്നുണ്ട്. ആ വാല്യൂവിന് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് നോക്കണം. അപ്പോൾ n3 എന്നുണ്ടെങ്കിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് അതിനെ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഫംഗ്ഷൻ്റെ സിൻറ്റാക്സ് എന്നാണ്. ഫംഗ്ഷൻ വർക്കിംഗ് എന്താണെന്ന് കഴിഞ്ഞാൽ അടുത്ത് സിൻറ്റാക്സ് ഡ്രോപ്പ് എ പ്രൊസീജിയർ ആൻഡ് ഫംഗ്ഷൻ. ഓൾറെഡി ഉള്ളൊരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഫംഗ്ഷനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഡ്രോപ്പ് പ്രൊസീജിയർ നെയിം അല്ലെങ്കിൽ ഡ്രോപ്പ് ഫംഗ്ഷൻ നെയിം. അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഡ്രോപ്പ് പ്രൊസീജിയർ ഗെറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള
പ്രൊസീജിയർ എന്തായി ഡിലീറ്റ് ചെയ്ത് കളയും. ഇപ്പോൾ ഡ്രോപ്പ് ഫങ്ഷൻ നേരത്തെ നമ്മൾ കൊടുത്ത ആഡർ, ഡ്രോപ്പ് ഫങ്ഷൻ ആഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ആഡർ എന്നുള്ള ഫങ്ഷനെ ഡിലീറ്റ് ചെയ്ത് കളയും. അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണ് A, B, C കൊടുത്തൊരു ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്താണ് അപ്പോൾ അതിൻ്റെ മാക്സ് എക്സ് ഇന്നെന്താണ് മോഡാണ്, നമ്പർ ഡാറ്റ ടൈപ്പാണ്. വൈ എന്നുള്ളൊരു പാരാമീറ്ററാണ്, ഇന്ന മോഡാണ്, ഇതെന്താണ് എന്താണ് നമ്പറാണ്. റിട്ടേൺ ചെയ്യേണ്ടത് ഒരു നമ്പറിനാണ്. ഒരു ഇസ് നമ്മൾ കൊടുക്കുകയാണ്. എന്താ കാരണം ഇതിൽ മൊത്തം ഒറ്റ പ്രോഗ്രാമാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇസ് കൊടുത്തു, സെഡ് നമ്പർ, ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തു. സെഡ് തന്നെ ബിഗിൻ എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ ദെൻ സെഡ് ഈക്വൽ ടു എക്സ്, എൽസ് സെഡ് ഈക്വൽ ടു വൈ, എൻഡ് ഇഫ് റിട്ടേൺ സെഡ്. അപ്പോൾ ഇത്രയും ഇതാക്കി ഈ എൻഡ് വരെയുള്ളതാണ് എന്ത് ഒരു ഫംഗ്ഷൻ, മൊത്തത്തിലൊരു ഫംഗ്ഷൻ പറയുന്നത്. കണ്ടാ ഈ ഫംഗ്ഷൻ ഫൈൻഡ് മാക്സ് മുതൽ ഈ എൻഡ് വരെയുള്ളതാണ് എന്ത് ഒരു ഫംഗ്ഷൻ. എന്നിട്ട് എന്താ പിന്നെ നമ്മൾ വീണ്ടും അടുത്ത പ്രോഗ്രാമിൽ കോൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വാല്യൂ എന്താക്കി 23 കൊടുത്തു, ബീൻ്റെ വാല്യൂ എന്താക്കി 45 കൊടുത്തു. സി ഈക്വൽ ടു ഫൈൻഡ് മാക്സ് A, B. 2 വാല്യൂസാണ് ഇവിടെ ഉള്ളത്. ആ 2 വാല്യൂസ് എന്ത് ഇവിടുന്ന് പാസ് ചെയ്തു. എന്നിട്ട് ചെക്ക് ചെയ്യും എന്താണ് എക്സ് ലെസ് ദാൻ വൈ, എക്സ് ഇത് ഏതാണോ വലുതുള്ളത് ആ വലുത് എന്ത് ചെയ്യും പ്രിൻ്റ് ചെയ്ത് കാണിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത് അതിൻ്റെ ഔട്ട്പുട്ട്. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഇത് കഴിഞ്ഞ് ബാക്കി ലാബിൽ കുറച്ച് പ്രോഗ്രാംസ് വരാണ്ട് PLSQL. അപ്പോൾ അതിൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഓൾറെഡി നിലവിലുള്ള ഒരു ടേബിളിൽ മാറ്റം വരുത്തിക്കണം. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു ടേബിൾ ഉണ്ട്, കസ്റ്റമേഴ്സ് എന്നിട്ട് അതിൽ ID ഉണ്ട്, നെയിം ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, സാലറി ഉണ്ട്. അപ്പോൾ നമ്മളെന്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ക്രിയേറ്റ് ഫംഗ്ഷൻ ടോട്ടൽ കസ്റ്റമേഴ്സ്, റിട്ടേൺ നമ്പർ ഈസ് റിട്ടേൺ ചെയ്യണം നമ്പർ ഈസ് ടോട്ടൽ നമ്പർ 2 ഈക്വൽ ടു 0. ഇതിലെന്ത് ചെയ്യുക, നമ്മൾ ബിഗിൻ കൊടുക്കുകയാണ്. അതായത് എക്സിക്യൂട്ടബിൾ, ഇത് ഡിക്ലറേഷൻ സെക്ഷനാണ്, ഇത് എക്സിക്യൂട്ടബിൾ സെക്ഷനാണ്. റിട്ടേൺ ടോട്ടൽ തെറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് വരും. അപ്പോൾ ബിഗിൻ സെലക്ട് കൗണ്ട് സ്റ്റാർ എന്ത് ചെയ്യാൻ അതിൻ്റെ കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇൻറ്റു ടോട്ടൽ എന്നുള്ള ഇത് സെലക്ട് കൗണ്ട് മൊത്തത്തിലുള്ള കൗണ്ട് ടോട്ടലിലോട്ട് സേവ് ചെയ്തു ഫ്രം കസ്റ്റമേഴ്സ്. സെലക്ട് കൗണ്ട് സ്റ്റാർ ഇൻറ്റു ടോട്ടൽ ഫ്രം കസ്റ്റമേഴ്സ്, അതായത് കസ്റ്റമേഴ്സിലുള്ള ടോട്ടൽ കൗണ്ട് എന്ത് ചെയ്യും ഇതിലോട്ട് കൗണ്ടിലോട്ട് എന്ത് ചെയ്തു സേവ് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്താ റിട്ടേൺ ടോട്ടൽ സെലക്ട് കൗണ്ട് സ്റ്റാർ ഇൻറ്റു ടോട്ടൽ ഫ്രം കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിലുള്ള ടോട്ടൽ റോസിന് കൗണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യും അത് ടോട്ടലിൽ എന്ത് ചെയ്യും സേവ് ചെയ്തിട്ടും. എന്നിട്ട് ആ ടോട്ടൽ എന്ത് ചെയ്യും റിട്ടേൺ ചെയ്തു. ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡിക്ലെയർ സി നമ്പർ, ഒരു പുതിയ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തതാണ്. ബിഗിൻ സി ഈക്വൽ ടു ടോട്ടൽ കസ്റ്റമേഴ്സ് എന്നുള്ള ഫംഗ്ഷനാണ്. ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് വരും ഒരു ഇത് വരും. അതിലെന്ത് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ആ വാല്യൂ എത്ര നമ്പറുള്ള ആ വാല്യൂ എന്ത് ചെയ്യും പാസ് ചെയ്യും. അത് എന്ത് ചെയ്യും ഇവിടെ എന്ത് ചെയ്യും സിയിലോട്ട് സേവ് ചെയ്യും. എന്നിട്ട് DBMS ഔട്ട്പുട്ട് ലൈൻ ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഉള്ളത് പ്രിൻ്റ് എത്രയാണോ എന്നുള്ളത് സി പ്രിൻ്റ് ചെയ്യും. ഇവിടെ ഓൾറെഡി 4 അപ്പോൾ എന്താ ഇവിടെ ഔട്ട്പുട്ട് ഇവിടെ കാണിച്ചിരുന്നുണ്ട്. ഔട്ട്പുട്ട് കാണിച്ചിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് 4 ആണെന്നുള്ളത്. അപ്പോൾ ഇതാണ് എന്ത് ഫംഗ്ഷൻ്റെ ഒക്കെ ഒരു എക്സാമ്പിൾ. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോർഡ് പ്രൊസീജിയർ ആൻഡ് ഫംഗ്ഷനും സ്റ്റോർഡ് പ്രൊസീജിയർ തമ്മിലുള്ള ഡിഫറൻസാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ പ്രൊസീജിയർ യൂസർ മെയിൻലി ടു എക്സിക്യൂട്ട് സർട്ടൻ പ്രോസസ്, അതായത് ഒരു സർട്ടൻ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാനാണ് എന്ത് പ്രൊസീജിയർ. യൂസർ മെയിൻലി ടു പെർഫോം സം കാൽക്കുലേഷൻസ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം എന്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത് കനോട്ട് കോൾ ഇൻ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. എന്ത് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം എന്താണ് ഈ എക്സിക്യൂട്ട് എന്നാണ്. എക്സ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യല് സെലക്ടിന് പകരം യൂസ് ചെയ്യൽ.
A function that contains no DML statements can be called in select statement. A function that contains no DML statement, data manipulation, insert, update, delete ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് കോൾ ചെയ്യാൻ പറ്റും. യൂസ് ഔട്ട് പാരാമീറ്റർ ടു റിട്ടേൺ ദ വാല്യൂ. ഔട്ട് പാരാമീറ്റർ വെച്ചിട്ടാണ് എന്ത് വാല്യൂ റിട്ടേൺ ചെയ്യൽ. മറ്റേ പറഞ്ഞ് യൂസ് റിട്ടേൺ ടു ദ റിട്ടേൺ എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് വാല്യൂ ചെയ്യല്, റിട്ടേൺ ചെയ്യൽ. ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ടു റിട്ടേൺ ദ വാല്യൂ. മാൻഡേറ്ററി ആയ ഒരു കാര്യമല്ല വാല്യൂ റിട്ടേൺ ചെയ്യുന്നുള്ളത്. പക്ഷേ ഫങ്ഷനിൽ വരുമ്പോൾ എന്താണ് മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം, റിട്ടേൺ ചെയ്യണം. റിട്ടേൺ വിൽ സിംപ്ലി എക്സിറ്റ് ദ കൺട്രോൾ. അതായത് പ്രൊസീജിയറിൽ വന്ന് റിട്ടേൺ വിൽ സിംപ്ലി എക്സിറ്റ് ദ കൺട്രോൾ ഫ്രം പ്രോഗ്രാംസ്. എന്ത് ചെയ്യും, അവിടുന്ന് ആ വാല്യൂ കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യും, അത് എവിടെ നിന്നാണോ കോൾ ചെയ്ത് ആ കോൾ ചെയ്ത് പൊസിഷനിലോട്ട് വരും. ഫംഗ്ഷനിൽ പറഞ്ഞത് റിട്ടേൺ വിൽ എക്സിറ്റ് ദ കൺട്രോൾ ഫ്രം സബ് പ്രോഗ്രാം ആൻഡ് ഓൾസോ ദ റിട്ടേൺസ് ദ വാല്യൂ. എവിടെയാണോ കോൾ ചെയ്ത് ആ അതേ പൊസിഷനിൽ തിരിച്ചു വരികയും ചെയ്യും. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ കൂടെ ഒരു വാല്യൂ ഉണ്ടാവും. റിട്ടേൺ ഡാറ്റ ടൈപ്പ് വിൽ നോട്ട് ബി സ്പെസിഫൈഡ് അറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ. അതായത് റിട്ടേൺ വരുന്ന ഡാറ്റ ടൈപ്പ് ഏത് എന്ന് നമ്മൾ ക്രിയേഷനിൽ സ്പെസിഫൈ ചെയ്യാറില്ല. പക്ഷേ ഫംഗ്ഷനിൽ എന്ത് ചെയ്യണം, റിട്ടേൺ ടൈപ്പ് ക്രിയേഷനിൽ ക്രിയേറ്റിംഗ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഇനി സിമിലാരിറ്റീസ് ബിറ്റ്വീൻ പ്രൊസീജിയർ ആൻഡ് ഫംഗ്ഷൻ. എന്തൊക്കെയാണ് പ്രൊസീജിയറും ഫംഗ്ഷനും തമ്മിലുള്ള സിമിലാരിറ്റീസ്? ബോത്ത് ക്യാൻ ബി കോൾഡ് ഫ്രം അതർ PL/SQL ബ്ലോക്സ്. രണ്ടിനെ എന്ത് ചെയ്യാം, വേറെ PL/SQL ബ്ലോക്സിൽ നിന്ന് കോൾ ചെയ്യാം. If the exception raised in the subprograms, it is not handled in the subprogram exception handling section, it will propagate to the calling block. അതായത് എക്സെപ്ഷൻ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രൊസീജിയർ അല്ലെങ്കിൽ ഫംഗ്ഷൻ ആയിരിക്കില്ല അത് മെയിൻ്റെ പേരിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, എന്ത് ഡിക്ലറേഷൻ, എക്സിക്യൂഷൻ, എക്സെപ്ഷൻ. അപ്പോൾ എക്സെപ്ഷൻ എന്നുള്ള സെക്ഷനിലേക്ക് ആ കാര്യങ്ങളൊക്കെ ഇതാക്കല്. ബോത്ത് ക്യാൻ ഹാവ് ആസ് മെനി പാരാമീറ്റേഴ്സ് ആസ് റിക്വയർഡ്. രണ്ടിലും എത്ര പാരാമീറ്റേഴ്സ് വേണം നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കുക. ബോത്ത് ആർ ട്രീറ്റഡ് ആസ് ഡാറ്റാബേസ് ഒബ്ജക്റ്റ് ഇൻ PL/SQL. രണ്ടും എന്താണ്, ഡാറ്റാബേസ് ഒബ്ജക്റ്റ്. അത് ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ കോൾ ചെയ്താൽ മതി. അപ്പോൾ എന്താണ്, ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത് ഒരു പ്രാവശ്യം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, ആ പ്രൊസീജിയർ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഒബ്ജക്റ്റാക്കി മാറ്റും. പിന്നെ നമ്മൾ എപ്പോഴും എന്താണ് ആ ഒബ്ജക്റ്റാണ് എന്ത് ചെയ്യണത്, കോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറഞ്ഞത്. ഇനി അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റോർഡ് പ്രൊസീജിയർ ഓർ ഫങ്ഷൻസ്. അതായത് എന്തൊക്കെയാണ് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൊസീജിയറിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഇംപ്രൂവ് ഡാറ്റാബേസ് പെർഫോമൻസ്. ഫസ്റ്റ് വൺ, ഇംപ്രൂവ് ഡാറ്റാബേസ് പെർഫോമൻസ്. കമ്പൈലേഷൻ ഈസ് ഓട്ടോമാറ്റിക്കലി ഡൺ ബൈ ഒറാക്കിൾ എൻജിൻ. അപ്പോൾ കമ്പൈലേഷൻ എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് ആ എൻജിൻ ചെയ്യും. വെനെവർ ദ കോളിംഗ് ഓഫ് പ്രൊസീജിയർ ഓർ ഫംഗ്ഷൻ ഈസ് ഡൺ, ദ ഒറാക്കിൾ എൻജിൻ ലോഡ് ദ കമ്പൈൽഡ് കോഡ് ഇൻ ടു എ മെമ്മറി ഏരിയ കോൾഡ് സിസ്റ്റം ഗ്ലോബൽ ഏരിയ SGA. അതായത് നമ്മളൊരു പ്രൊസീജിയറോ ഒരു ഫംഗ്ഷനോ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫസ്റ്റ് പ്രാവശ്യം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മെമ്മറി അലൊക്കേഷൻ കൊടുത്തിട്ട് അത് അവിടെ കീപ്പ് ചെയ്യും. പിന്നെ എപ്പോഴാണ് നമ്മൾ കോൾ ചെയ്യുന്നത് അത് നേരെ എന്ത് ചെയ്യില്ല, ആ മെമ്മറി അലൊക്കേഷനിൽ പോയിട്ട് വരുള്ളൂ. അതുകൊണ്ട് എന്താണ് അതിൻ്റെ എക്സിക്യൂഷൻ ഭയങ്കര ഫാസ്റ്ററാണ്. അടുത്ത പ്രൊവൈഡ്സ് റീയൂസബിലിറ്റി ആൻഡ് അവോയ്ഡ് റിഡൻഡൻസി. അതായത് ഒരു സെയിം ബ്ലോക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഡാറ്റ റിഡൻഡൻസിക്കുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് ഒരു സെയിം സാധനം ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ എന്താണ് റിഡൻഡൻസിക്ക് ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എന്താണ് ഇത് റീയൂസ് ചെയ്യാനുള്ളൊരു ഫീച്ചർ കൊടുക്കുന്നുണ്ട്. അതുപോലെ അത് റീയൂസ് ചെയ്യാനുള്ളൊരു ഫീച്ചർ കൊടുക്കുന്നത് കൊണ്ട് എന്തുണ്ടാവില്ല, റിഡൻഡൻസി ഉണ്ടാവില്ല. കാരണം നമ്മളൊരു കോഡ് ഒരു പ്രാവശ്യം എഴുതിയിട്ട് ആ കോഡിനെ എന്താണ് കോൾ ചെയ്യാൻ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ആ കോഡ് നമ്മൾ എന്ത് ചെയ്യില്ല, റിപ്പീറ്റ് ചെയ്യില്ല. അടുത്തത് മെയിൻറ്റെയിൻസ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി മീൻസ് അക്യുറസി എന്താണ്, അതായത് ഇപ്പോൾ ഒരു പ്രൊസീജിയർ ആണെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും അതിൻ്റെ വർക്ക് എന്താണ് അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, എടുക്കും. ഇതാ പറഞ്ഞത് യൂസ് ഓഫ് പ്രൊസീജിയർ ഫംഗ്ഷൻസ് എൻഷുവേഴ്സ് ഇൻറ്റഗ്രിറ്റി ബിക്കോസ് ദേ ആർ സ്റ്റോർഡ് ആസ് ഡാറ്റാബേസ് ഒബ്ജക്റ്റ് ബൈ ദ എൻജിൻ. കാരണം നമ്മളിത് സേവ് ചെയ്യണത് എന്താണ് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റ് എന്താണോ അതിൻ്റെ വർക്ക്, അതിൻ്റെ ആ ഒബ്ജക്റ്റിൻ്റെ വർക്ക് എന്ത് ചെയ്യും, പർട്ടിക്കുലർ ടാസ്ക് എന്താണ് ആ ടാസ്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്തില്ല, ഡാറ്റ ഒക്കെ എപ്പോഴും എന്തായിരിക്കും, അക്യുറേറ്റ് ആയിരിക്കും. മെയിൻറ്റെയിൻസ് സെക്യൂരിറ്റി. യൂസ് ഓഫ് stored procedure function helps in maintaining the security of the database access to them
ദ യൂസേജ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഗ്രാൻഡിങ് ആക്സസ് പെർമിഷൻ. അതായത് ഒരു ആക്സസ് പെർമിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും കൊടുക്കും, സേവ്സ് മെമ്മറി. ഇനി അതിന് ഒരേ സെയിം സാധനം എത്ര ഒരു പ്രൊസീജിയർ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ 100 പ്രാവശ്യം കോൾ ചെയ്ത് കഴിഞ്ഞാലും എന്താണ് ഈ പ്രൊസീജിയർ ഫംഗ്ഷൻ ഒരു പ്രാവശ്യം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. മെമ്മറി അപ്പം എന്ത് ചെയ്യില്ല, വേസ്റ്റ് ആവില്ല. 100 പ്രാവശ്യം കോൾ ചെയ്ത് കഴിഞ്ഞാൽ 100 പ്രാവശ്യം ഉണ്ടാവില്ല, ഒരു പ്രാവശ്യത്തിന് എന്ത് ചെയ്യുള്ളൂ, 100 പ്രാവശ്യമായിട്ട് എടുക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, മെമ്മറി എന്താ സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ സെഷനിൽ പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസീജിയറും ഫംഗ്ഷനും സെയിം തന്നെയാണ്. ഒരു പ്രോഗ്രാമിനെ സബ് പ്രോഗ്രാമാക്കുന്ന ഫീച്ചറിനെ പറഞ്ഞ പേരാണ് പ്രൊസീജിയർ, ഫംഗ്ഷൻ. പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു റിട്ടേൺ വാല്യൂ മസ്റ്റായിട്ട് ഉണ്ടാവില്ല. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു റിട്ടേൺ വാല്യൂ ഉണ്ടാവും മസ്റ്റായിട്ട്. എന്താണ്, ഒരു റിട്ടേൺ വാല്യൂ അത് സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാരാമീറ്റേഴ്സ് ഇന്ന് ഔട്ട് കൊടുക്കുക. ഇന്നെന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് റീഡ് ഓൺലി, ഔട്ട് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓൺലി, റീഡ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിൽ പ്രൊസീജിയർ അല്ലെങ്കിൽ സബ് പ്രോഗ്രാംസിലോട്ട് കൊടുക്കുകയും ചെയ്യുക, അതുപോലെ അവിടെ നിന്ന് ചെയ്യുക, അങ്ങോട്ട് സ്വീകരിക്കുകയും ചെയ്യുക. പിന്നെ അതിൻ്റെ സിൻറ്റാക്സും കാര്യങ്ങളും എക്സാമ്പിൾസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. താങ്ക് യു.